വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബോട്ടണിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇതൊരു കുട്ടി ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സും ഇൻഹിബിറ്റേഴ്സും, അതായത് പ്ലാൻ ഹോർമോൺസ് എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ്. പക്ഷെ ഫസ്റ്റ് ടോപ്പിക്കിൽ നിങ്ങൾക്ക് 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ ഉള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. നോക്കിയടാ, എന്താണ് ഫസ്റ്റ് ടോപ്പിക്? എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, വളർച്ച, അതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി വലിയ കുട്ടികളായി, നമ്മൾ എന്താ ഗ്രോത്ത് എന്ന് പറയുന്നത്? സൈഗോട്ടിൽ നിന്ന്, അതായത് ഒരു സിംഗിൾ സെൽ ആയിട്ടുള്ള സൈഗോട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള, അതായത് ഒരു വോൾ പ്ലാന്റ് ആയിട്ട് വളർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും, ഏത് ലിവിങ് ഓർഗാനിസം ആയിക്കോട്ടെ, ഫസ്റ്റ് ഗ്രോത്ത് എവിടെ നിന്നായിരിക്കും? ഒരു സിംഗിൾ സെൽ സൈഗോട്ടിൽ നിന്ന്. ഇപ്പൊ നമ്മളായാലും വളർന്നത് എവിടെ നിന്നാണ്? ഒരു സൈഗോട്ട്, ഒരു സിംഗിൾ സെൽ ആയിട്ടുള്ള സൈഗോട്ടിൽ നിന്നല്ലേ? അത് തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഫ്രം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്, അതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാവുന്നത്? ഒരു പ്ലാന്റ് ഉണ്ടാവുന്നത്. ഇനി എന്താ പഠിക്കാനുള്ളത്? ഗ്രോത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്. ഇത് സിമ്പിൾ ആണ് പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്കാലത്തിലോട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അതേപോലെ തന്നെയാണ് പ്ലാന്റ്സിന്റെ കേസും. അവര് വലുതായി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഒരു പ്രീമെച്വർ സ്റ്റേജിലോട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഫസ്റ്റ് പോയിന്റ് എന്തായി? ഗ്രോത്ത് ഈസ് എൻ ഇറിവേഴ്സിബിൾ പെർമനന്റ് ഇൻക്രീസ്. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ്. എന്തിലുള്ള ഇൻക്രീസ് ആണ്? സൈസ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ സൈസിൽ ഉണ്ടാവുന്ന പെർമനന്റ് ആയിട്ടുള്ള ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓപ്പൺ ഗ്രോത്ത് എന്ന് പറഞ്ഞത്? നമ്മൾ മനുഷ്യന്മാര് ജീവിതകാലം മൊത്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ല അല്ലെ? നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് വളർച്ചയില്ല, പിന്നെ നമുക്ക് റീപ്ലേസ്മെന്റ്, സെൽസിന്റെ റീപ്ലേസ്മെന്റ് ആണ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ ചെടികളുടെ കാര്യം അങ്ങനെയാണ് അല്ല, അവർ ലൈഫ് ലോങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മെരിസ്റ്റം എന്ന് പറയുന്ന ഒരു സെല്ലിനെ പറ്റിയിട്ട്. ഡ്യൂ ടു മെരിസ്റ്റമാറ്റിക് സെൽസ് ദേ ക്യാൻ ഗ്രോ. മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്? ചെടികൾക്ക് വളരാൻ പറ്റുന്നത്. നോക്കിയേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു സീഡാണെന്ന് വിചാരിക്കാം. ഇതിന്റെ അടിയിലോട്ട് വളരുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? റൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മേലോട്ട് വളരുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അടിയിലോട്ടുള്ളത് റൂട്ട് സിസ്റ്റം, മേലോട്ടുള്ളത് ഷൂട്ട് സിസ്റ്റം. ഈ 2 ഭാഗത്താണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? മെരിസ്റ്റമാറ്റിക് സെൽസിനെ കാണാൻ പറ്റുക. എന്തിനെ കാണാൻ പറ്റുക? മെരിസ്റ്റമാറ്റിക് സെൽസ്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് എന്തുള്ളത്? ലൈഫ് ടൈം ഗ്രോത്ത് ഉള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പൺ ഗ്രോത്ത് എന്ന് പറയുന്നത്. ന്യൂ സെൽസ് ആർ ഓൾവേസ് ബീങ് ആഡഡ് ടു ദി പ്ലാന്റ് ബോഡി. അതിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പൺ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്? നമുക്ക് പറയാൻ പറ്റും, ഒരു ചെടിക്ക് ഇത്രേ പൊക്കെ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെടിയിൽ ഇപ്പൊ ഇത്രേ ഇലകളെ പാടുള്ളൂ, അങ്ങനെ നമുക്ക് എണ്ണി അല്ലെങ്കിൽ തിട്ടപ്പെടുത്തി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇല്ല. കാരണം എന്താണ്? അത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. നമ്മളെ കൊണ്ട് ഒരിക്കലും ഒരു പ്ലാൻ ഗ്രോത്തിനെ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ പ്ലാൻ ഗ്രോത്തിന് നമ്മൾ 3 പോയിന്റ്സ് പഠിച്ചു. എന്താണ്? ആദ്യത്തെ പോയിന്റ് എന്താണ്? ഗ്രോത്ത് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പെർമനന്റ് ഇൻക്രീസ് ഓഫ് എ സൈസ്. രണ്ടാമത് എന്താ പഠിച്ചത്? ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഫോം, അതായത് ന്യൂ സെൽസ് എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഗ്രോത്ത് ഈസ് ഇൻഡിറ്റർമിനേറ്റ്. ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് 1 മാർക്കിന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രോത്ത്? ഇനി നെക്സ്റ്റ് എന്താ പഠിക്കാനുള്ളത്? ഇത് നിങ്ങൾ മോർഫോളജി അല്ലെങ്കിൽ അനാറ്റമി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. എന്ത്? പ്രൈമറി ഗ്രോത്ത് ആൻഡ് സെക്കൻഡറി ഗ്രോത്ത്. എന്താണ് പ്രൈമറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? പൊക്കം വയ്ക്കുക. അതായത് ഒരു ചെടി, ഇപ്പൊ നമ്മൾ മിസ് ഇവിടെ വരച്ചിട്ടില്ലേ, നോക്കും, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു സീഡിൽ നിന്ന് ചെടി ഉണ്ടാവുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗ്രിറ്റ് ഇൻക്രീസ് ചെയ്യുക. അതായത് ഒരു മരം ആവുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു മാവ്, നമ്മൾ മാവ് നട്ട് കഴിഞ്ഞാൽ ആദ്യം അത് മാവ് തയ്യാവും. ആ സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി അതിന് വണ്ണം വെക്കുന്നത്, ഗ്രിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സംഭവമില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയാം. നിങ്ങൾ ഓൾറെഡി ഇത് മോർഫോളജി അല്ലെങ്കിൽ അനാറ്റമി എന്നൊരു ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ്, നമ്മുടെ ഗ്രോത്തിന് 3 ഫേസസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ഫേസ്, ഇലോങ്ങേഷൻ ഫേസ് ആൻഡ് മെച്ചുറേഷൻ ഫേസ്. ഈ 3 ഫേസ് നിങ്ങൾ വേറൊരു ടോപ്പിക്കിൽ ബോട്ടണിയിൽ തന്നെ പഠിക്കുന്നുണ്ട്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ റൂട്ടിന്റെ സ്ട്രക്ചർ പഠിക്കുന്നില്ലേ, അവിടെ ഉണ്ട് ഈ സെയിം സംഭവം. മെരിസ്റ്റമാറ്റിക്കും ഇലോങ്ങേഷനും മെച്ചുറേഷനും അവിടെ പഠിക്കുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെ നിന്നുള്ളത്. അവിടെ റൂട്ടിന്റെ കാര്യത്തിൽ പഠിക്കുന്നു, ഇവിടെ നമ്മൾ പ്ലാന്റ്സ് എന്നൊരു കാര്യത്തിൽ പഠിക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം എന്ന് പറഞ്ഞു. നോക്കി, ഫസ്റ്റ് എന്താണ്? മെരിസ്റ്റമാറ്റിക് ഫേസ്.
മെരിസ്റ്റമാറ്റിക് മിസ് പറഞ്ഞു. മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം? ഡിവൈഡിങ് എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? ഡിവൈഡിങ്. നോക്കിയേ, അടുത്ത ഷൂട്ട് ആൻഡ് റൂട്ട് അപ്പെക്സ്. മിസ് ഓൾറെഡി പറഞ്ഞു മെരിസ്റ്റം എവിടെയാ കാണാ? റൂട്ടിന്റെ ടിപ്പിലും ഷൂട്ടിന്റെ ടിപ്പിലും. അതിനാണ് ഈ റൂട്ട് ആൻഡ് ഷൂട്ട് അപ്പെക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ അവരുടെ പോയിന്റ്സ് എന്തൊക്കെയാ? റിച്ച് ഇൻ പ്രോട്ടോപ്ലാസം, ലാർജ് ന്യൂക്ലിയേ. എന്തുകൊണ്ടാണ് അത് റിച്ച് ഇൻ പ്രോട്ടോപ്ലാസം ആയിരിക്കുന്നത്? നമുക്കറിയാം ഡിവൈഡിങ് സെൽ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അത് രണ്ടാവുന്ന സമയത്ത് നോക്കിയേ, ഈ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലായെന്ന് വിചാരിക്കും. ഓക്കെ, ഈ സെല്ലിൽ ഉണ്ടായിരുന്ന പ്രോട്ടോപ്ലാസം ആണ് ഈ രണ്ടു പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിവിഷന്റെ സമയത്ത് ഡിവൈഡ് ചെയ്യുന്ന സെല്ലിൽ എന്ത് വേണം? മാക്സിമം പ്രോട്ടോപ്ലാസം വേണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ്, റിച്ച് ഇൻ പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഇത് നോക്കിയേ, ലാർജ് ന്യൂക്ലിയേ. അവർക്ക് വലിയ അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ന്യൂക്ലിയസ് ആയിരിക്കും. നിങ്ങൾ കോൺസ്പിക്കസ്, ഇൻകോൺസ്പിക്കസ് എന്നായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. കോൺസ്പിക്കസ് എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന, അതായത് കാണാൻ പറ്റില്ല മൈക്രോസ്കോപ്പിൽ കൂടെ എങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് കോൺസ്പിക്കസ് എന്ന് പറയുന്നത്. ഇൻകോൺസ്പിക്കസ് എന്ന് പറഞ്ഞാൽ വളരെ തീരെ ചെറിയ ന്യൂക്ലിയനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻകോൺസ്പിക്കസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താടാ? സെൽ വാൾ. സെൽ വാൾ എങ്ങനെയാണ്? പ്രൈമറി ആണ്, അതായത് വളരെ തിന്നായിട്ട്. തെറ്റിക്കരുത്, കാരണം ഇവിടെ നമുക്ക് തിക് സെൽ വാൾ വേറെ പഠിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മെരിസ്റ്റമാറ്റിക് ഫേസിന്റെ ഫീച്ചർ ആണ് എന്ത്? തിൻ സെൽ വാൾ ആയിരിക്കും. എന്താ പറയാ? തിൻ സെൽ വാൾ. ഇനി എന്താണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ടുള്ളതാണ്. പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ. നോക്കിയേ, ഇതൊരു സെല്ലാന്ന് വിചാരിക്കും. ഇതൊരു സെല്ലാണെങ്കിൽ അടുത്ത സെല്ലിലോട്ടുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മോഡെസ്മാറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സെല്ലിൽ നിന്ന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലിന് ഈ സെല്ലിലോട്ടുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. മെരിസ്റ്റമാറ്റിക് ഫേസിലാണ് പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. അടുത്ത എന്ത് ഫേസ് ആണ്? ഇലോങ്ങിയേഷൻ ഫേസ്. എന്താണ് ഇലോങ്ങിയേഷൻ ഫേസ്? മെരിസ്റ്റമാറ്റിക് ഫേസിന്റെ തൊട്ടടിയിൽ കാണുന്ന ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലോങ്ങിയേഷൻ ഫേസ്. ഇവിടെ പ്രത്യേകതകളൊന്നുമില്ല. നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ അടിയിൽ കാണുന്ന ഫേസ് ആണ്. ഈ ഫേസിലാണ് സെല്ലിന് എൻലാർജ്മെന്റ് നടക്കുക. എന്താ നടക്കുക? എൻലാർജിങ് സെൽ. പറഞ്ഞേ, എൻലാർജിങ് സെൽ. ഇതിനകത്ത് പഠിക്കേണ്ട മെയിൻ സംഭവം ലാർജ് വാക്യൂൾസ്. ഈ സെല്ലിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? ലാർജ് വാക്യൂൾസിനെ കാണാൻ പറ്റുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു സെന്റൻസ് കാണാം, ഇൻക്രീസ്ഡ് വാക്യൂലേഷൻ. സിമ്പിൾ ആണ്, വാക്യൂൾസ് ഉള്ള സ്ഥലത്താണ് വാക്യൂലേഷൻ ഉണ്ടാവുക. അതങ്ങനെ പഠിച്ചാൽ മതി. പൊസസ് ലാർജ് വാക്യൂൾ. ഇനി എന്താണ് വാക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സെൽ ഓർഗനലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്യൂൾ എന്ന് പറയുന്നത്. വാക്യൂൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? വാക്യൂലേഷൻ കൂടുതലായിരിക്കും. ഇനി സെല്ല് എൻലാർജ്മെന്റ് നടക്കുന്ന സമയത്ത് സെൽ വാളിൽ എന്ത് കാണാൻ പറ്റും? ഡെപ്പോസിഷൻ കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുക? ഡെപ്പോസിഷൻ. ഇനി നെക്സ്റ്റ് ഫേസ് ഏതാണ്? നെക്സ്റ്റ് ഫേസ് ആണ് മെച്ചുറേഷൻ ഫേസ്. സിമ്പിൾ, മെച്ചുറായി നമ്മുടെ സെല്ല് മെരിസ്റ്റമാറ്റിക്കിൽ നിന്ന് എന്തിവിടെ എത്തി? മെച്ചുറേഷൻ ഫേസിലോട്ട് എത്തി. നമ്മൾ അവിടെ റൂട്ടിന്റെ കേസ് പഠിക്കുമ്പോഴും മെച്ചുവർ ഫേസിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ മെച്ചുവർ ആയിട്ടുള്ള സെല്ലാണ് ഉള്ളത്. അവിടെ ഒരു ചേഞ്ചസും വരാനില്ല. ദേ ആർ പെർമനന്റ് സെൽസ്. നോക്കി, അത് തന്നെയാണ് ഇവിടെ ഞാൻ പറയുന്നത്. നോക്കിയേ, മാക്സിമം വാൾ തിക്കനിങ് അടിയിലത്തെ, അതായത് മാച്ചുറേഷൻ ഫേസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇനി അവർക്ക് അതിൽ കൂടുതൽ വലുതാവാനില്ല. ഓൾറെഡി മെച്ചുവർ ആയി. അതുകൊണ്ട് മാക്സിമം വാൾ തിക്കനിങ് നടക്കും. എന്താ നടക്കാം? മാക്സിമം വാൾ തിക്കനിങ്. എന്താ? പ്രോട്ടോപ്ലാസ്മിക് മോഡിഫിക്കേഷൻ. എല്ലാ തരത്തിലുള്ള മോഡിഫിക്കേഷനും ഇവിടെ നടന്നിട്ടുണ്ടാകും. നമ്മുടെ മെച്ചുറേഷൻ ഫേസിൽ നടന്നിട്ടുണ്ടാകും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 3 ഫേസുകളും പഠിക്കുക, അവരുടെ ഫീച്ചേഴ്സും പഠിക്കുക. ഇനി നെക്സ്റ്റ്, ഗ്രോത്ത് ഈസ് മെഷറബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരും. ഗ്രോത്ത് നമുക്ക് അളക്കാൻ പറ്റും? ചെടികളുടെ ഗ്രോത്ത് അളക്കാൻ പറ്റും. അതായത് ഇപ്പോഴല്ല, പണ്ടത്തെ കാലത്ത് നമ്മുടെ ചെടികളുടെ ഗ്രോത്ത് മെഷർ ചെയ്തിരുന്നത് അവരുടെ എന്ത് വെച്ചിട്ടാണ്? പ്രോട്ടോപ്ലാസം വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാ? പ്രോട്ടോപ്ലാസം വെച്ചിട്ട്. പക്ഷേ ഈ പ്രോട്ടോപ്ലാസം മെഷർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ എത്രയാണ് അവരുടെ പ്രോട്ടോപ്ലാസ്റ്റിലുള്ള ഇൻക്രീസ്, ഇത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? അവരുടെ ഗ്രോത്ത് മെഷർ ചെയ്തിരുന്നത്. പക്ഷെ അത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആവാൻ തുടങ്ങി. ഡിഫിക്കൽട്ട് ആവും നമ്മൾ എന്ത് ചെയ്യും? ഏത് സംഭവം ഡിഫിക്കൽട്ട് ആയാലും നമ്മൾ വേറെ ഒരു വഴി കണ്ടെത്തും. അങ്ങനെ നമ്മൾ കണ്ടെത്തിയതാണ് എന്തൊക്കെയാണ്? വേറെ കുറച്ച് പാരാമീറ്റേഴ്സ്. എന്തൊക്കെയാണ് ആ പാരാമീറ്റേഴ്സ്? നോക്കിയേ, ഇൻക്രീസ്ഡ് ഇൻ ഫ്രഷ് വെയിറ്റ്, ഡ്രൈ വെയിറ്റ്, ലെങ്ത്, ഏരിയ, വോളിയം ആൻഡ് സെൽ നമ്പർ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് ചോദിക്കും വേറെ ഏത് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. എന്തൊക്കെയാണ്? എളുപ്പമാണ്. ഫ്രഷ് വെയിറ്റ്, ഡ്രൈ വെയിറ്റ്, സെൽ നമ്പർ, ലെങ്ത്, ഏരിയ, വോളിയം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോട്ടോപ്ലാസത്തിന്റെ എമൗണ്ടിന് പകരമായിട്ട് കണ്ടെത്തിയ പാരാമീറ്റേഴ്സ്. അതായത് എക്സാമ്പിൾസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ. നോക്കിയാടാ,
സെൽ നമ്പർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിൾ എന്താണ്? നമ്മുടെ മെയ്സിന്റെ റൂട്ട് ടിപ്പില് പെർ അവർ ഓരോ മണിക്കൂറിലും എത്ര പുതിയ സെൽസ് ആണ് ആഡ് ചെയ്യപ്പെടുന്നത്? 17,500. അതായത് 17,500 ന്യൂ സെൽസ് ആണ് പെർ അവർ അവരുടെ റൂട്ടിന്റെ ടിപ്പിലോട്ട് ആഡ് ചെയ്യപ്പെടുന്നത്. ഇത് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് മെയ്സ് പ്ലാന്റിന്റെ എന്ത് കണ്ടെത്താൻ പറ്റും? ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് എന്താണ്? സെൽ സൈസ്. സെൽ സൈസിന് എന്ത് എക്സാമ്പിൾ പഠിക്കാനുള്ളത്? വാട്ടർമെലൻ എല്ലാവർക്കും അറിയാലോ. വാട്ടർമെലന്റെ സെല്ല് എത്ര തവണയാണ് എൻലാർജ് ചെയ്താൽ നോക്കിയേ? 3,50,000. ഇത്രയും തവണ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആ സെല്ല് എൻലാർജ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താ? ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കാന്നറിയോ? നിങ്ങൾക്ക് അറിയില്ലേ? പോളൻ ട്യൂബിന്റെ ഗ്രോത്ത്, അതായത് ഒരു 15 മിനിറ്റിൽ പോളൻ ട്യൂബ് എത്ര ഗ്രോ ചെയ്ത് നോക്കും, ഒരു 30 മിനിറ്റിൽ പോളൻ ട്യൂബ് എത്ര ഗ്രോ ചെയ്ത് നോക്കും. ഇത് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെടിയുടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഗ്രോത്ത് ഇൻ ഡോർസി വെൻട്രൽ ലീഫ്. എന്താണ് ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറഞ്ഞാല്? നോർമൽ ആയിട്ടുള്ള നമ്മുടെ ലീഫില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. ഡോർസി വെൻട്രൽ ലീഫ് നമ്മുടെ കൈപ്പത്തി ആലോചിച്ചാൽ മതി. ഈ ഡോർസി വെൻട്രൽ ലീഫിന്റെ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയുന്നത് ഗ്രോത്ത് ഈസ് മെഷറബിൾ. എക്സാമിന് ചോദിക്കാം ഇഫ് ഗ്രോത്ത് ഈസ് മെഷറബിൾ, അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? യെസ് വി ക്യാൻ മെഷർ ഗ്രോത്ത്. നമ്മൾ ആദ്യം എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്തിരുന്നത്? പ്രോട്ടോപ്ലാസം വെച്ചിട്ട്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയി തുടങ്ങി. അപ്പൊ നമ്മൾ വേറെ കുറച്ച് പാരാമീറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഈ പറയുന്ന ഫ്രഷ് വെയിറ്റ്, ഡ്രൈ വെയിറ്റ്, ലെങ്ത്, ഏരിയ, വോളിയം. ഇനി അതിന് എക്സാമ്പിൾസ് ആണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? സെൽ നമ്പർ, സെൽ സൈസ്, ലെങ്ത് ആൻഡ് സർഫസ് ഏരിയ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഗ്രോത്ത് റേറ്റ്. നമ്മൾ ഗ്രോത്ത് ഈസ് മെഷറബിൾ എന്ന് പഠിച്ചു, അതേപോലെ തന്നെ പഠിക്കാനുള്ളതാണ് ഗ്രോത്ത് റേറ്റ്. അതിനകത്ത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ടെക്സ്റ്റ് ബുക്കിൽ 2 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് മിക്ക സമയത്തും എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ ഈ ഫിഗറുകളും നോട്ട് ചെയ്ത് പോകണം. മിക്കവാറും ഐഡന്റിഫിക്കേഷന് വേണ്ടി ചോദിച്ചേക്കാം. നോക്കിയേ, ഗ്രോത്ത് റേറ്റ് എന്താ നോക്കാം. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് ടൈം, ഒരു ടൈമില് ഒരു ചെടിക്ക് എത്രത്തോളം പുതിയ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താ? അരിതമാറ്റിക് ഗ്രോത്ത്. ഇതിനകത്ത് നിങ്ങൾക്ക് 2 എക്സാമ്പിൾസ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് അരിതമാറ്റിക് ഗ്രോത്ത് ആണ്, രണ്ടാമത്താണ് ജോമെട്രിക് ഗ്രോത്ത്. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്ക തവണയും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് നമ്മുടെ ജിയോമെട്രിക് ഗ്രോത്തിന്റെ ഗ്രാഫ് ആണ്. നോക്കിയടാ, എന്താണ് അരിതമാറ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നോക്കിട്ടാ. ഫോർ എക്സാമ്പിൾ ഇത് ഈ ഒരു സെൽ എടുക്കും. ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കും. ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് ഇവിടെ വേറെ വരച്ചാൽ നോക്കും. ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കും. ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലാവും. നോർമലി ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവും. നോക്കിയേ, 2 സെല്ലായി കഴിഞ്ഞാല് നോക്കും, ഈ സെല്ലിന് മാത്രമായിരിക്കും ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ഈ സെൽ എന്തായിരിക്കും? ഡിവൈഡ് ചെയ്ത് വന്നപ്പോ തന്നെ മെച്ചുവർ ആയിട്ടുണ്ടാകും. എന്തായിട്ടുണ്ടാകും? മെച്ചുവർ ആയിട്ടുണ്ടാകും. മെച്ചുവർ സെൽ ആയിട്ടുണ്ടാകും. ഇനി ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഇനി ഇവര് മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവും. അവിടെയും എന്തുണ്ടാകും? ഒരു മെച്ചുവർ സെല്ലാവും. ഓക്കെ. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും? ഒരെണ്ണം ഇവര് എഗെയിൻ എന്തായിട്ടുണ്ടാവും? മെച്ചുവർ ആയിട്ടുണ്ടാവും. ഇതിനെയാണ്, ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിതമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു സെല്ലിന് മാത്രമാണ് ഡിവൈഡിങ് കപ്പാസിറ്റി ഉണ്ടാവുക, മറ്റേ സെൽ എപ്പോൾ എന്തായിരിക്കും? മെച്ചുവർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. നോക്കിയടാ, okay, in this following, cell division occurs only one daughter cell continues to divide while the other differentiates and mature. ആകെ ഒരു ഡോട്ടർ സെല്ല് മാത്രമാണ് എന്താവാ? കണ്ടിന്യൂസ് ടു ഡിവൈഡ്. അടുത്തത് എന്താവും? ഡിഫറൻഷിയേറ്റ് ആൻഡ് മെച്ചുവർ. 2 സെൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? ഒരാൾ മാത്രമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മുന്നോട്ട് പോകാം. മറ്റേ സെൽ എന്തായിട്ടുണ്ടാവും? ഓൾറെഡി എങ്ങനെയായിട്ടുണ്ടാവും? ഡിഫറൻഷിയേറ്റ് ആൻഡ് ബിക്കം മെച്ചുവർ. ഇതാണ് അരിതമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രാഫ് ഇന്നൊരു ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് പോക്കും. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇക്വേഷൻ എന്താണ്? അരിതമാറ്റിക് ഗ്രോത്തിന്റെ ഇക്വേഷൻ ആണെന്ത്? LT is equal to L0 plus RT. LT എന്ന് പറഞ്ഞാൽ എന്താ? LT എന്ന് പറഞ്ഞാൽ മിസ് കൊടുത്തിട്ടുണ്ട്.
LT എന്ന് പറഞ്ഞാൽ എന്താടാ? ലെങ്ത് അറ്റ് എ ടൈം. ഒരു ടൈമിലുള്ള ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LT എന്ന് പറയുന്നത്. L0 എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് അറ്റ് ടൈം 0 അല്ലെങ്കിൽ ഇനീഷ്യൽ ലെങ്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. R എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോത്ത് റേറ്റ്. എന്താ പറയാ? ഗ്രോത്ത് റേറ്റ്. ഇനി ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ്? ഇവരുടെ ഗ്രാഫ്. ഈ ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. ഈ ഗ്രാഫ് ഏത് ഗ്രോത്ത് റേറ്റിന്റെ ഗ്രാഫാണെന്ന് ചോദിക്കും. അപ്പൊ എന്താ എഴുതണ്ടേ? അരിതമാറ്റിക് ഗ്രോത്ത് റേറ്റിന്റെ ഗ്രാഫാണ്. ഇനി ഗ്രാഫിന് നമ്മൾ എന്താ പറയാ? ലീനിയർ കർവ്. ഇതും ചോദിച്ചിട്ടുണ്ട് എക്സാമിന് കേട്ടാ. ഇതിനെന്താ പറയാ? ലീനിയർ കർവ് അല്ലെങ്കിൽ ലീനിയർ ഗ്രാഫ് എന്ന് പഠിച്ചു വെക്കണം കേട്ടാ. ഓക്കെ, ഇത്രയാണ് അരിതമാറ്റിക്കിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ഇക്വേഷൻ നോക്കി പോവുക, ഇക്വേഷനിലുള്ള ഓരോ ടേംസും എന്താണെന്ന് നോക്കുക. അതേപോലെ തന്നെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഗ്രോത്തിന്റെ ആണ് ഐഡന്റിഫൈ ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്താ? ജോമെട്രിക്കൽ ഗ്രോത്ത്. നേരെ ഓപ്പോസിറ്റ്. അവിടെ രണ്ട് സെൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ മെച്ചുവർ ആവും, ഒരാൾ ഡിവൈഡ് ചെയ്യും. ഇവിടെ അങ്ങനത്തെ കേസൊന്നുമില്ല. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെല്ലാകും. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജോമെട്രിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇവിടെ മെച്ചുറേഷൻ ഒന്നുമില്ല. ഏത് സെൽ ആയിക്കോട്ടെ ആരായാലും എന്തൊക്കെ ഫർദർ ഡിവൈഡ് ചെയ്ത് പോകും. നോക്കിയേ, both the daughter cell continues the retain and ability of meiotic cell division. പറഞ്ഞേടാ എന്തൊക്കെയാണ്? ഇവിടെ ആണെങ്കിൽ മെച്ചുറേഷൻ എന്നൊരു പരിപാടി ഇല്ല. എന്താണ്? both the daughter cell continue and retain the ability of meiotic cell division. സെൽ ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി രണ്ടുപേർക്കും ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കോട്ടാ. ഇവിടെ നോക്ക്, ഇവിടെ ഈ ഗ്രാഫ് ഉണ്ടോ? ഈ ഗ്രാഫിൽ നിന്നാണ് മിക്ക സമയത്തും ക്വസ്റ്റ്യൻസ് വരാറ്. നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ അത്ര ക്ലിയർ അല്ല, പക്ഷെ നോക്കിട്ടാ. ഫസ്റ്റ് ഈ ഗ്രാഫിൽ എന്താ നിങ്ങൾ പറയാം? ഈ ഗ്രാഫിൽ നിങ്ങൾ മാത്സിൽ കണ്ടിട്ടുണ്ടാവും സിഗ്മോയിഡ് കർവ് നമ്മൾ പറയാം. എന്താ പറയാ? സിഗ്മോയിഡ് കർവ്. നോക്കിയടാ, ഇവിടെ നോക്കിയേ, ലാഗ് ഫേസ്. എന്താ എഴുതിയിരിക്കുന്നത്? ലാഗ് ഫേസ്. ഇവരുടെ ഗ്രോത്ത് തുടങ്ങാൻ കുറച്ച് ലാഗ് ആയിരിക്കും. കണ്ടോ, ഇവിടെ നമുക്ക് ഇനീഷ്യേഷൻ കുറച്ച് ലാഗ് പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും. അതിനെ പറയുന്നതാണ് ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്. എന്താ പറയാ? ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്. ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ അവര് പിന്നെ വളരില്ല. അതിനെ പറയുന്നതാണ് സ്റ്റേഷനറി ഫേസ്. എന്താ പറയാ? സ്റ്റേഷനറി ഫേസ്. എക്സാമിന് ചോദിക്കാൻ ചിലപ്പോ ഈ 3 ഫേസ് അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കാം. ഇവിടെ ABC തന്നിട്ട് ഫില്ല് ചെയ്യാൻ പറയും. അപ്പൊ അടിയിലുള്ളത് ലാഗ് ഫേസ്. വളരാൻ വേണ്ടിയിട്ടൊരു ലാഗ് ആയിരിക്കും. പക്ഷെ ആ ഒരു തടസ്സം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും കാണിക്കാം. ആ ഇതിനെ പറയുന്ന പേരാണ് ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനറി ഫേസിലോട്ട് പോകും. എന്താ പറയാ? സ്റ്റേഷനറി ഫേസ്. നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട, ലാഗ് ഫേസ്. അതാണ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാവിങ് സ്ലോ ഗ്രോത്ത്. അവിടെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നെക്സ്റ്റ് സ്ലൈഡിൽ മിസ് കാണിച്ച ഗ്രാഫ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. നോക്കിയടാ. ഇനി അടുത്ത എന്താ? എക്സ്പോണൻഷ്യൽ ഫേസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? ലോഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്. അവിടെ എന്താണ്? ഗ്രോത്ത് ഇൻക്രീസ് ആണ്. ഭയങ്കര ഇൻക്രീസിലായിരിക്കും ഗ്രോത്ത് പോകുന്നത്. ഇനി ലാസ്റ്റ് ഫേസ് എന്താ? സ്റ്റേഷനറി ഫേസ്. ഡ്യൂ ടു ലിമിറ്റഡ് ന്യൂട്രിയൻ സപ്ലൈ. കുറെ നാൾ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ന്യൂട്രിയൻസ് ഒക്കെ കുറയും. അങ്ങനെ ന്യൂട്രിയൻസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ഫേസിലോട്ട് പോകും? സ്റ്റേഷനറി ഫേസിലോട്ട് പോകും. ഇനി ഇവരുടെ ഇക്വേഷൻ എന്താ നോക്കിയേ? ഇവരുടെ ഇക്വേഷൻ ആണ് നോക്കിയേ, W is equal to W0 e raised to RT. പറഞ്ഞ W is equal to e raised to RT. എന്താണ് E എന്ന് പറഞ്ഞാൽ? കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. +2 നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യമാണ്. E എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം. R നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലും പഠിച്ചെന്താ? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. T എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ഓഫ് ഗ്രോത്ത്. ഇവര് W എന്ന് പറഞ്ഞാൽ ഫൈനൽ ഗ്രോത്തും W0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ ഗ്രോത്ത്. നോക്കി വെച്ചോ, ചിലപ്പോ വല്ല ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചേക്കാം. ഗ്രാഫ് കണ്ടാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് ഗ്രോത്തിന്റെ ഗ്രാഫാണിത്? ജോമെട്രിക്കൽ ഗ്രോത്തിന്റെ ഗ്രാഫാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ക്വാളിറ്റേറ്റീവ് കമ്പാരിസൺ. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് നമ്മൾ എന്താ? ഗ്രോത്ത് റേറ്റ് പെർ യൂണിറ്റ് ടൈം. നമ്മൾ എഴുതിയൊന്നുമില്ലല്ലോ, കണക്കൊന്നും ചെയ്തില്ലല്ലോ, വെറുതെ ഗ്രാഫ് നോക്കിയിട്ടല്ലേ എത്ര ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് നമ്മൾ കണക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും മിസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നോക്കിയടാ, നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള അബ്സല്യൂട്ട് ഗ്രോത്തും റിലേറ്റീവ് ഗ്രോത്തും. എന്തൊക്കെയാണ്?
അബ്സല്യൂട്ട് ഗ്രോത്തും റിലേറ്റീവ് ഗ്രോത്തും. ഇക്വേഷൻ നോക്കിയാൽ മതി. അബ്സല്യൂട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ഗ്രോത്ത് മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത്. ഇനി ഇവിടേക്ക് വന്നാലോ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഗ്രോത്ത്. അതായത് വേണമെങ്കിൽ ഇവിടെ അബ്സല്യൂട്ട് ബൈ ഇനീഷ്യൽ എന്ന് വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ അബ്സല്യൂട്ട് ബൈ ഇനീഷ്യൽ എഴുതാം. കാരണം മേലെ കൊടുക്കുന്ന ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് തന്നെയല്ലേ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എഴുതി വെക്കാം, അബ്സല്യൂട്ട് ബൈ ഇനീഷ്യൽ. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, മനസ്സിലാക്കിയാൽ മതി. നോക്കിയടാ, ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു ഫിഗർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടോ? വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും മിസ് ഒന്നിട്ടതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതിന്റെ അബ്സല്യൂട്ട് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ? ഫൈനൽ റേറ്റും ഇനീഷ്യൽ റേറ്റും. ഇതിന്റെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇനീഷ്യൽ, ഇതാണ് ഇവിടെ 55 സെന്റിമീറ്റർ ആണ് ഫൈനൽ എന്ന് പറയുന്നത്. ഈ ഒരു എമൗണ്ട് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റും അതേപോലെ തന്നെ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് കണക്കായിട്ടൊന്നും ചോദിക്കില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസണിൽ നമുക്ക് എന്തൊക്കെ വരും? അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റും വരും, അതേപോലെ തന്നെ എന്താ വരാ? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റും വരും. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻസ് ഫോർ ഗ്രോത്ത്. ഇത് വളരെ സിമ്പിൾ ആണ്, പഠിക്കേണ്ട കാര്യം പോലും, കാരണം നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്ത്? ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? വാട്ടർ വേണം. എന്താ വേണ്ടേ? വാട്ടർ, ഓക്സിജൻ, ന്യൂട്രിയൻസ്, ടെമ്പറേച്ചർ. ഇതിൽ പിന്നെയും നിങ്ങൾക്ക് ഡൗട്ട് വരാം, ലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി എങ്ങനെയാണ് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും, കാരണം സെർട്ടൈൻ ഫേസസ് ഗ്രാവിറ്റി നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ലൈറ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, അത് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. നിങ്ങൾ +1 എനിക്ക് തോന്നുന്നു പഠിച്ചിട്ടുള്ള കാര്യമാണ്, ടെമ്പറേച്ചറിന്റെയും ലൈറ്റിന്റെയും ഡിപ്പെൻഡൻസി ഇല്ലേ? നമ്മൾക്ക് തോന്നുന്നു റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ലൈറ്റിന്റെയും ടെമ്പറേച്ചറിന്റെയും ഡിപ്പെൻഡൻസി. അതേപോലെ തന്നെ ഗ്രാവിറ്റിക്കും എന്തുണ്ട്? ചെറിയ ഒരു ഡിപ്പെൻഡൻസി ആരിലുണ്ട്? കണ്ടീഷൻസ് ഫോർ ഗ്രോത്തിലുണ്ട്. ഇനി വാട്ടറിന്റെ കാര്യം എന്താണ്? എസെൻഷ്യൽ ഫോർ ടർജിഡിറ്റി ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് സെൽ. സെല്ലിന്റെ എൻലാർജ്മെന്റിനും ടർജിഡിറ്റിക്കും ആര് കാരണമാവുന്നുണ്ട്? വാട്ടർ കാരണമാവുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്, വാട്ടർ പ്രൊവൈഡ് എ മീഡിയം, എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് നടക്കാനുള്ള മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? വാട്ടർ ആണ്. ഇനി ഓക്സിജൻ ആണെങ്കിലോ, ഹെൽപ്സ് ടു റിലീസ് മെറ്റാബോളിക് എനർജി. മെറ്റാബോളിക് എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ്? ഓക്സിജൻ ആണ്. ഇനി ന്യൂട്രിയൻസിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, എന്താ? സിന്തറ്റിക് പ്രോട്ടോപ്ലാസം ആൻഡ് ആക്ട് ആസ് സോഴ്സ് ഓഫ് എനർജി. എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആണ്. ഇനി ടെമ്പറേച്ചർ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയാൽ മാത്രമാണ് ആർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താ നോക്കിയേ? ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ. ഇത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് ആരും പേടിക്കണ്ട, ഇത് മിസ് നോട്ടിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. മിസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നോക്കാം. നോക്കിയടാ, ഒരു സെല്ല്, കുറച്ച് സെല്ല് മെച്ചുവർ ആയി കഴിഞ്ഞിട്ട് അവരുടെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. അവരെന്ത് സംഭവിച്ചേ? ദേ ഗെറ്റ് മെച്ചുവേർഡ്. അവര് മെച്ചുവർ ആയി കഴിഞ്ഞപ്പോ അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേ സെൽസിന് വേറെ കുറെ കാര്യങ്ങൾ കൊണ്ട് എന്താണ് ഇവർക്ക് ഈ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്തു. റീഗെയിൻ ദ കപ്പാസിറ്റി. They regain the capacity. ഈ കപ്പാസിറ്റി റീഗെയിൻ ചെയ്ത പരിപാടിനെയാണ് നമ്മൾ എന്താ പറയാ? ഡീഡിഫറൻസിയേഷൻ. എന്താ പറയാ? ഡീഡിഫറൻസിയേഷൻ. നോക്കിയുടെ ഒന്നുമില്ല, സാധാരണ ഒരു സെല്ല് മെച്ചുവർ ആയപ്പോ അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഇനി അതേ സെൽസിന് വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് തിരിച്ചു കിട്ടി. ആ റീഗെയിൻ ദ കപ്പാസിറ്റി ടു ഡിവൈഡ്, അതിനെ പറയുന്ന പേരാണ് ഡീഡിഫറൻസിയേഷൻ, DE. ഇനി നെക്സ്റ്റ്, ഇതേ സെൽസിന് തന്നെ വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് പിന്നെയും ഇവര് മെച്ചുവർ ആയി, ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. They lost their ability for dividing. ഇതിനെ പറയുന്ന പേരാണ് റീഡിഫറൻസിയേഷൻ. എന്താ പറയാ?
റീഡിഫറൻസിയേഷൻ. ഫസ്റ്റ് പ്രോസസ്സിനെ പറയുന്നത് ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഡീഡിഫറൻസിയേഷൻ, പിന്നെ വരുന്നതാണ് റീഡിഫറൻസിയേഷൻ. ആദ്യം ഇവർക്ക് മെച്ചർ ആയി ഇവർക്ക് ഡിവൈഡിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും, അതിനെയാണ് എന്ത് പറയുക, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് കപ്പാസിറ്റി റീഗെയിൻ ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഡീഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അതേ സെൽസിന് ആ കപ്പാസിറ്റി നഷ്ടപ്പെടും, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, റീഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. എക്സാമിനെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഇനി ചോദിച്ചാലും മക്കളെ എഴുതണം കേട്ടോ. ഇനി നോക്കിയേ, നോക്ക് സ്ലൈഡിൽ കൂടെ പോ, നോക്കിയേ. Is the process in which cells in meristem and cambium differentiate and mature to perform specific function. ഇത് എക്സാമ്പിൾ ആണ് ഈ മെരിസ്റ്റം സെൽസ് എന്ന് പറഞ്ഞാലും കാമ്പിയം എന്ന് പറഞ്ഞാലും. നിങ്ങളിത് +1 പഠിച്ചിട്ടുണ്ട്, അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് മെരിസ്റ്റം എന്നും എന്താണ് കാമ്പിയം എന്നും കോർ കാമ്പിയം അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അത് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. നോക്കിയേ, മിസ് പറഞ്ഞത് തന്നെ, നോക്കിയേ, ഡിഫറൻഷിയേറ്റ് ആൻഡ് മെച്ചർ. അവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചർ ആകും. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. ഓരോ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മെച്ചർ ആവും, അവരുടെ ഡിവൈഡിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും. അതിനെയാണ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേടാ, എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയേ. ഫോർമേഷൻ ഓഫ് ട്രക്കേറി എലമെന്റ്സ്, അതായത് ഈ ഒരു സെൽ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് വരുന്ന മാറ്റങ്ങളാണ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്, ഡിഫറൻസിയേഷൻ സംഭവിക്കുമ്പോൾ ആദ്യം സംഭവിക്കും സെൽ ലൂസസ് പ്രോട്ടോപ്ലാസം. പിന്നെ എന്താണ്, ഡെവലപ്പ് വെരി സ്ട്രോങ് എലാസ്റ്റിസിറ്റി, ലിഗ്നോസെല്ലുലോസിക് സെക്കൻഡറി സെൽ ടു ക്യാരി വാട്ടർ ടു ലോങ് ഡിസ്റ്റൻസ്. ഇവർ ഓരോ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യല്ലേ, അപ്പൊ ഇവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നോക്കി പൊക്കോ, എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാണ് അവര് എക്സാമിന് ചോദിച്ചേക്കാം, ഡിഫറൻസിയേഷന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ എഴുതിയിട്ട് വേണം അടിയിലോട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ലൂസിങ് സെൽ ലോസ് പ്രോട്ടോപ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, മിസ് പറഞ്ഞിട്ടുണ്ട്, പ്രോട്ടോപ്ലാസ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം തന്നെയാണ്. സെൽ എന്ത് ചെയ്യും, മെച്ചർ ആകുന്ന സമയത്ത് അവരുടെ ഉണ്ടായിരുന്ന സൈറ്റോപ്ലാസിനൊക്കെ ലൂസ് ചെയ്തിട്ട് സൈറ്റോപ്ലാസിന്റെ അളവ് കുറയ്ക്കും. അതിനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് സെൽ ലോസസ് പ്രോട്ടോപ്ലാസം. പിന്നെ എന്താണ്, ഡെവലപ്പ് വെരി സ്ട്രോങ്, നല്ല സ്ട്രോങ് ആകും, ഇലാസ്റ്റിക് ആകും. പിന്നെന്താ, ഓക്കെ, ലിഗ്നോസെല്ലുലോസിക്. ലിഗ്നോസെല്ലുലോസിക് എന്ന് പറഞ്ഞാല് നമ്മുടെ സെൽവാള് സെല്ലുലോസിക് ആണ്, അതിന് പുറമെ അല്ല എന്തുണ്ടാകും, ഒരു സെക്കൻഡറി സെൽവാൾ ഉണ്ടാകും, അതിന് പറയുന്ന പേരാണ് ലിഗ്നോസെല്ലുലോസിക്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നോക്കിയേ, ടു ക്യാരി വാട്ടർ ടു ലോങ് ഡിസ്റ്റൻസ്. ഓരോ ഫങ്ഷൻസ് ചെയ്യല്ലേ, അപ്പോൾ ക്യാരി വാട്ടർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു ലോങ് ഡിസ്റ്റൻസിലോട്ട് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകും. കാരണം ഈ ട്രക്കേറ്ററി എലമെന്റ്സിന്റെ ഫംഗ്ഷൻ എന്താ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. ടു ക്യാരി വാട്ടർ, ഇതിന് വേണ്ടിയിട്ടാണ് ഈ ടു ക്യാരി വാട്ടർ, ട്രക്കേറ്ററി എലമെന്റ്സിന് വാട്ടർ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മോഡിഫിക്കേഷൻസ് ഒക്കെ ഇതിൽ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ, ഡീഡിഫറൻസിയേഷൻ. നോക്കിയടാ, ഓക്കെ, living differentiated cells regain the capacity of division under certain conditions. ചില കാരണങ്ങൾ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെട്ട സെൽസ് ആ കപ്പാസിറ്റി റീഗെയിൻ ചെയ്യും, തിരിച്ചെടുക്കും. അങ്ങനത്തെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഡീഡിഫറൻസിയേഷൻ. പറഞ്ഞേ, ഡീഡിഫറൻസിയേഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ, എന്താണ് റീഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാല്, പ്രോസസ് ഇൻ വിച്ച് ഡീഡിഫറൻഷിയേറ്റഡ് സെൽസ് ലൂസസ് ദ കപ്പാസിറ്റി ടു ഡിവൈഡ്. അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടിട്ട് അവർ അഗെയിൻ മെച്ചൂർ ആകും. അതിനെയാണ് എന്ന് പറയുന്നത് റീഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്ലാസ്റ്റിസിറ്റി. എന്താണ് മക്കളെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, മിക്ക സമയത്തും എക്സാമിനെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ത്, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നോക്കിയേ, അതിന് മുമ്പ് മേലെ സെന്റൻസ് വായിച്ചത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ചേഞ്ചസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എൻ ഓർഗാനിസം. അതായത് സീഡ് ജെർമിനേഷൻ തൊട്ട് അത് കൊഴിഞ്ഞു പോകുന്നത് വരെ, സെൻസസ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോകുക, അതുവരെയുള്ള ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്ലാസ്റ്റിസിറ്റി എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിസിറ്റി നോക്കിയേ, എബിലിറ്റി ഓഫ് പ്ലാന്റ്സ് ടു ഫോളോ ഡിഫറെന്റ് പാത്വേസ് റെസ്പോൺസ് ടു എൻവയോൺമെന്റ് ഓർ phases of life
അതായത് പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ചെടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ബോഡി സ്ട്രക്ചർ മാറ്റാൻ പറ്റും. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരൊറ്റ ചെടിയായിരിക്കും, അവർ ചിലപ്പോൾ വെള്ളത്തിൽ വേറെ സ്ട്രക്ചർ ആയിരിക്കും, വെള്ളത്തിന് പുറമെ അതായത് ലാൻഡിൽ അവർക്ക് വേറൊരു സ്ട്രക്ചർ ആയിരിക്കും. ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് എന്ത്, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഹെട്രോഫിലി ഈസ് എൻ എക്സാമ്പിൾ. എന്താണ്, പ്ലാന്റ് വിത്ത് മോർ ദാൻ 2 types ഓഫ് ലീവ്. 2 തരത്തിലുള്ള ലീവ്സ് കാണിക്കാൻ പറ്റും. അതായത് താമര പോലെയല്ല, ചിലപ്പോൾ ചില ചെടികൾ പകുതി ഭാഗം വെള്ളത്തിലായിരിക്കും, പകുതി ഭാഗം കരയിലോട്ട് പൊങ്ങി നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് വെള്ളത്തിന്റെ അടിയിലുള്ള ഭാഗത്തിന് വേറെ തരത്തിലുള്ള ലീഫായിരിക്കും, മേലോട്ട് നിൽക്കുന്നതിന് വേറെ തരത്തിലുള്ള ലീഫായിരിക്കും. ഇതെന്താണ്, എൻവയോൺമെന്റൽ ചേഞ്ചിൽ അവരെന്താ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ലീഫ് ഉണ്ടാവും, മേലോട്ട് ലാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ തരത്തിലുള്ള ലീഫ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു എന്താ പറയാ ഫേസസ് ഓഫ് ലൈഫ്, അതായത് നമ്മുടെ എന്താ പറയാ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് ഉണ്ടാവുന്ന ലീഫ് ആയിരിക്കില്ല, അത് വലുതായി കഴിഞ്ഞ് ഒരു മരമാകുമ്പോൾ ഉണ്ടാവുന്ന ലീഫ്. അതാണ് ഈ ഫേസസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ. അവരുടെ ലൈഫിലെ ഫേസസ് ചേഞ്ച് ചെയ്യുമ്പോൾ അവരെന്തും കൂടി മാറ്റുന്നുണ്ട്, അവരുടെ ലീഫിന്റെ സ്ട്രക്ചർ മാറ്റുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണെന്ത്, ഹെട്രോഫിലി. ഹെട്രോഫിലിയും ഹോമോഫിലിയും പഠിച്ചിട്ടുണ്ട്. ഹോമോഫിലി എന്ന് പറഞ്ഞാല് പ്ലാന്റ്സ് വിത്ത് സെയിം ലീവ്സ്. ഹെട്രോഫിലി എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് വിത്ത് മോർ ദാൻ 2 types ഓഫ് ലീഫ്. ഇനി എക്സാമ്പിൾ പഠിക്കാൻ എന്തൊക്കെയാണ് നോക്കിയേ, കോട്ടൺ, കൊറിയാണ്ടർ, ലാക്സ്പർ. ഇതിന്റെ പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. പിക്ചർ ഇവിടെ മിസ് കൊടുക്കാൻ വിട്ടുപോയതാണ്. ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്താണ് ഈ ജുവനൈൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ? അതായത് നിങ്ങൾ ജുവനൈൽ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ജുവനൈൽ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. അതായത് പ്ലാന്റ് ചെറുതായിരുന്നപ്പോ എങ്ങനെയാണോ അതിനെയാണ് ജുവനൈൽ എന്ന് പറയുന്നത്. പ്ലാന്റ് ചെറുതായിരുന്നപ്പോ ഒരു ലീഫ് ആയിരിക്കും, പക്ഷെ ഒരു മെച്ചുവർ ആയ ഒരു പ്ലാന്റ് ആയപ്പോ അവർക്ക് വേറെ തരത്തിലുള്ള ലീഫ് ആയിരിക്കും. നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. കൊറിയാണ്ടർ ലാക്സ്പർ അല്ല, കൊറിയാണ്ടർ എന്ന് പറയുന്ന പ്ലാന്റിന് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പിക്ചർ ഉണ്ട്, കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ സീഡ് ജെർമിനേറ്റ് ചെയ്ത് ജുവനൈൽ സ്റ്റേജിൽ എത്തിയപ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള ലീഫ് ആയിരുന്നു. പക്ഷെ അവർ മെച്ചുവർ പ്ലാന്റ് ആയപ്പോൾ അവരുടെ ലീഫിന്റെ സ്ട്രക്ചർ മാറി. ഈ ഒരു പരിപാടിനെ പറയുന്ന പേരാണ് ഹെട്രോഫിലി. ഓക്കെ, ഇത് ഹെട്രോഫിലി ഡ്യൂ ടു എൻവയോൺമെന്റ്. അതായത് ലൈഫിന്റെ ഫേസിലെ ചേഞ്ചസ് വരുന്നതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള കൊറിയാണ്ടർ. എന്താണ് കൊറിയാണ്ടർ? ഇനി എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അനുസരിച്ച് പ്ലാസ്റ്റിസിറ്റി അഡോപ്റ്റ് ചെയ്ത പ്ലാന്റിന് എക്സാമ്പിൾ ആണ് ലാക്സ്പർ. പറഞ്ഞേടാ, നോക്കേ. അക്വാറ്റിക് പ്ലാന്റ്സ് ലൈക്ക് ബട്ടർ ക്യാപ്പ്. എന്താണ്, ഷേപ്പ് ഓഫ് ലീവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എയർ, ദോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ടർ ആർ ഡിഫറെന്റ്. ഇതാണ് മിസ് നേരത്തെ പറഞ്ഞ കേസ്. വെള്ളത്തിന്റെ അടിയിൽ പകുതി ഭാഗം വെള്ളത്തിന്റെ അടിയിലും പകുതി വെള്ളത്തിന് മേലെ ആയിരിക്കും. വെള്ളത്തിന്റെ അടിയിലുള്ള ഭാഗത്തിന് വേറെ ടൈപ്പ് ലീഫ് ആയിരിക്കും, വെള്ളത്തിന്റെ മേലെയുള്ള ഭാഗത്തിന് വേറെ ടൈപ്പ് ലീഫ് ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. ബട്ടർ ക്യാപ്പ് എന്ന് പറയുന്ന ചെടി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ പിക്ചർ കിട്ടും. മിസ് ഇവിടെ പിക്ചർ കൊടുക്കാൻ വിട്ടുപോയതിന് കറക്റ്റ് മനസ്സിലാവും. അതായത് വെള്ളത്തിന്റെ അടിയിലുള്ളത് നീഡിൽ പോലത്തെ ലീഫുകളാണ്, പക്ഷെ വെള്ളത്തിന്റെ പുറമെ എയറിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ നോർമൽ ലീഫില് അതേപോലത്തെ ലീഫുകളാണ്. പക്ഷെ വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ ഇങ്ങനെ നീഡിൽ പോലെ ഇരിക്കുന്ന ലീഫുകളായിരിക്കും. ആലോചിക്കുക, ഒറ്റ ചെടിക്ക് തന്നെ 2 തരത്തിലുള്ള ലീഫ് വരുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ഹെട്രോഫില്ലി. എന്താ പറയാ, ഹെട്രോഫില്ലി. നോക്കിയേ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താ, ഫാക്ടേഴ്സ് കൺട്രോളിങ് ദ ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്താണ് ഇൻട്രൻസിക് ആൻഡ് എന്താണ് എക്സ്ട്രൻസിക്. നിങ്ങൾ ഈ വാക്ക് കുറെ തവണ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഫാക്ടേഴ്സ്. എന്തൊക്കെയാവാം ഉള്ളിലുള്ള ഫാക്ടേഴ്സ്? ജനറ്റിക് ആവാം. അതിനെയാണ് നമ്മൾ ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുന്നത്. ഇനി ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്, such as plant growth regulators. അതായത് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിലൊക്കെ വരുന്ന കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഡെവലപ്മെന്റ് ഡിലേ ആവാം, ഡെവലപ്മെന്റ് പെട്ടെന്നാകാം. അതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സ്ട്രൻസിക് ഫാക്ടേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിൾ ആണ്. എന്തൊക്കെ പറയാം, ടെമ്പറേച്ചർ, വാട്ടർ, ഓക്സിജൻ, ന്യൂട്രിയൻസ്. കുറെ എക്സാമ്പിൾസ് നമുക്ക് എക്സ്ട്രൻസിൽ പറയാൻ പറ്റും. മേ ബി എങ്ങാനും എക്സാം സിമ്പിൾ ആയെങ്കിൽ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൽ തന്നെ നമുക്ക് 2 ഗ്രൂപ്പ് പഠിക്കാനുള്ളത്. എത്ര ഗ്രൂപ്പ് പഠിക്കാറുണ്ട്? 2 ഗ്രൂപ്പ്. സിമ്പിൾ ആണ്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഉണ്ട്, ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. അതിപ്പോ എന്തൊരു കാര്യമായാലും അതിന് പ്രൊമോട്ടേഴ്സ് ഉണ്ടാവും, ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാവും. മക്കളെ വേറൊരു കാര്യം, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് വേണം പോവാനായിട്ട് ട്ടോ. ഇതാണ് അതിന്റെ ആൻസർ.
ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. പ്ലാസ്റ്റിസിറ്റി ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് ഹെട്രോഫിലി. എന്താ എഴുതേണ്ടത്? ഹെട്രോഫിലി ആണ് പ്ലാസ്റ്റിസിറ്റിയുടെ എക്സാമ്പിൾ. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇനി നമ്മുടെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിലോട്ട് പോയാൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? നമുക്ക് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം പ്രൊമോട്ടേഴ്സ്, അതായത് ചെടിയുടെ വളർച്ചനെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാർ. അതാണ് പ്രൊമോട്ടേഴ്സും ഇൻഹിബിറ്റേഴ്സും എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ഫോർ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്റ്റീവ്, അതായത് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, സെൽ ഡിവിഷൻ, എൻലാർജ്മെന്റ്, ട്രോപ്പിക് ഗ്രോത്ത്, പാറ്റേൺ ഫോർമേഷൻ, ഫ്ലവറിംഗ്, ഫ്രൂട്ടിംഗ്, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ ആരൊക്കെയാ പഠിക്കാനുള്ളത്? ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ഒന്നെങ്കിൽ ഓഡ് വൺ ഔട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് പോലെ ചോദിക്കാം. ആരൊക്കെയാണ് പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ആരൊക്കെയാണ് ഇൻഹിബിറ്റേഴ്സും? ഇൻഹിബിറ്റേഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആരൊക്കെയാണ്? അബ്സസിക് ആസിഡും എത്തിലീനും. എന്തൊക്കെയാണ്? അബ്സസിക് ആസിഡും എത്തിലീനും. നോക്കിയടാ, എത്തിലീൻ എന്ന് പറയുന്ന ആള് 2 ബെഞ്ചിലും കാലെടുക്കുന്ന ആളാ. ഓക്കെ, എത്തിലീൻ ഈസ് ഐദർ എ ഗ്രൂപ്പ് വിച്ച് ലാർജ്ലി ഇൻഹിബിറ്റർ. അവർ രണ്ടുമാണ്. എന്തൊക്കെയാണ്? അവർ ഐദർ ഇൻഹിബിറ്റർ ആവും അല്ലെങ്കിൽ പ്രൊമോട്ടർ ആവും. പക്ഷെ നമുക്ക് കൂടുതലും എത്തിലീൻ എവിടെയാണ് കാണാൻ പറ്റുക? ഇൻഹിബിഷനിലാണ്. എന്തിലാ കാണാൻ പറ്റുക? ഇൻഹിബിഷൻ. മനസ്സിലായോ? ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരൊക്കെയാണ് പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്, ആരൊക്കെയാണ് പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്? പ്രൊമോട്ടേഴ്സിൽ വരുന്ന ആരൊക്കെയാണ്? ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ. ഇനി ഇൻഹിബിറ്ററിലാണെങ്കിൽ ആരൊക്കെ വരും? എത്തിലീൻ ആൻഡ് അബ്സസിക് ആസിഡ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഇത് പഠിക്കാതെ പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോരുത്തരുടെയും ഡിസ്കവറി പഠിക്കണം. ഇവരുടെ ഫങ്ഷൻസ് പഠിച്ചാൽ ചാപ്റ്റർ തീർന്നു. ആദ്യം നമുക്ക് ഓക്സിന്റെ ഡിസ്കവറി പഠിക്കാം. ആരാണ്? ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും. ചാൾസസ് ഡാർവിന്റെ മകന്റെ പേരാണ് എന്ത്? ഫ്രാൻസ് ഡാർവിൻ എന്ന് പറയുന്നത്. ഇതൊരു കഥ പോലെ പഠിച്ചാൽ മതി. നോക്കിയേ, ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും കൂടി നോക്കിയപ്പോ കുറെ ചെടികൾ നോക്കിയേ. ഇവര് ഇങ്ങനെ തൽക്കാലം വരയ്ക്കണുള്ളൂ കേട്ടോ. ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് കുറെ ചെടികൾ നട്ടു. എന്നിട്ട് യൂണി ഡയറക്ഷനിലോട്ട് ഇവർക്ക് യൂണിലാറ്ററൽ ഡയറക്ഷൻ എന്ന് പറയാം. അതായത് ഒറ്റ സൈഡിൽ നിന്ന് സൂര്യപ്രകാശം കടത്തി വിട്ടു. അതായത് ഇവര് വേണമെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ചേക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടെ മാത്രമാണ് എന്തിനെ പ്രൊവൈഡ് ചെയ്തത്? സൺലൈറ്റിനെ പ്രൊവൈഡ് ചെയ്തതെന്ന് വിചാരിക്കും. ഇവര് ചാൾസസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും കുറച്ചു നാൾ കഴിഞ്ഞ് നോക്കിയപ്പോ ഈ ചെടികളെല്ലാവരും എങ്ങോട്ട് ബെൻഡ് ചെയ്തിരിക്കുകയാണ്? ഈ ചെടികളെല്ലാവരും ഈ ലൈറ്റ് വന്ന ഡയറക്ഷനിലോട്ട് വളരാൻ തുടങ്ങി. അപ്പൊ അവർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ലൈറ്റ് വന്ന ഡയറക്ഷനിലോട്ട് വളരുന്നത്. ഇനി ഈ ഒരു ടിപ്പിന്, ഈ ഒരു ഭാഗത്തിനെ പറയുന്ന പേരാണ് കോളിയോപ്റ്റൽ. പിന്നെ ഇവർ എക്സ്പെരിമെന്റിന് വേണ്ടി എടുത്തത് കനറി ഗ്രാസ് ആണ്. എന്താ എടുത്തത്? കനറി ഗ്രാസ്. നിങ്ങൾക്ക് അറിയാം ഗ്രാസുകൾക്ക്. ഓക്കെ, കോളിയോപ്റ്റൈൽ ഓഫ് കനറി ഗ്രാസ്. ഇത് നിങ്ങൾ എനിക്ക് തോന്നുന്നു പഠിച്ചിട്ടുണ്ട് മോർഫോളജിയിൽ അല്ലെ? കനറി ഗ്രാസ്, അതായത് ഗ്രാസ് ഫാമിലിയിൽ ഉള്ള ഒരു പാർട്ടാണ് എന്ത്? കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ചാൾസസ് ഡാർവിനും അദ്ദേഹത്തിന്റെ മകനായ ഫ്രാൻസിസിനും ഒന്നും മനസ്സിലായില്ല. അവർ നോക്കുമ്പോൾ ലൈറ്റ് കൊടുത്ത ഡയറക്ഷനിലോട്ട് ഇവരുടെ കോളിയോപ്റ്റൈൽ എല്ലാം ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അതിന് കാരണക്കാരായിട്ടുള്ളത് ആരാണോ എന്താണെന്നോ ഒന്നും ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഡാർവിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ വന്നതാണ് FW വെന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ആ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? ഓട്സിന്റെ സീഡ്ലിംഗ്. എന്തിന്റെ സീഡ്ലിംഗ് ആണ്? ഓട്സ്. നമ്മൾ ചെയ്യുന്ന ഓട്സ് അതിന്റെ തൈ. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈ. അതിന്റെ തൈയിൽ നിന്ന് എന്ത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു? ഓക്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അദ്ദേഹമാണ് ആദ്യമായിട്ട്. ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു ഹോർമോൺ അവിടെ ഉണ്ട്, പക്ഷെ ഇവരെ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ FW വെന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഓട്സിന്റെ സീഡ്ലിംഗിൽ നിന്ന് എന്ത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്? ഓക്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആ സെന്റൻസ് ഉണ്ട്. ആദ്യമായിട്ട് ഓക്സിജനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് ഹ്യൂമൻ യൂറിനിൽ നിന്നാണ്, അല്ലാതെ പ്ലാന്റ്സിൽ നിന്നല്ല ആദ്യമായിട്ട് ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ.
ഇനി ഇവരുടെ ഫങ്ഷൻസ് മക്കളെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ദിസ് ചാപ്റ്റർ. മറക്കരുത്, ചിലപ്പോൾ കൺഫ്യൂഷൻസ് വന്നേക്കാം, പക്ഷെ 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. നോക്കിയേ, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ് എന്താ? റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്. എക്സാമ്പിൾസ് പഠിച്ചില്ലെങ്കിലും വലിയ വിഷയമില്ല കേട്ടോ, പക്ഷെ ഈ പോയിന്റ്സ് മറക്കാതെ പഠിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ? റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്. നമ്മള് സ്റ്റെം ഇപ്പം നമ്മൾ കൊമ്പൊടിച്ച് നടാന്ന് പറയില്ലേ, അങ്ങനെ നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് റൂട്ട് വരാൻ കാരണം അവിടെ ഓക്സിൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെ നോക്കിയേ, പ്രൊമോട്ട് ഫ്ലവറിംഗ്. പൈനാപ്പിൾ എന്ന് പറയുന്ന ചെടിയിൽ എന്തിനു സഹായിക്കും? ഫ്ലവറിങ്ങിന് സഹായിക്കും. സോറി ട്ടോ, പൈനാപ്പിൾ പ്ലാന്റിൽ എന്തിനു സഹായിക്കും? ഫ്ലവറിങ്ങിന് സഹായിക്കും. ഇതെന്താ നോക്കിയേ, പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജ്, പ്രൊമോട്ട് അബ്സിഷൻ ഓഫ് ഓൾഡ് മെച്ചുവർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് മെച്ചുവർ ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ കൊഴിയാൻ സഹായിക്കും, വളർന്നുകൊണ്ടിരിക്കുന്നത് പ്രീമെച്ചുവർ ആയിട്ടുള്ള ലീവ്സിനെയും എന്താ ഫ്രൂട്ട്സിനെയും ഏർലി സ്റ്റേജിൽ നേരത്തെ കൊഴിയാതിരിക്കാൻ സഹായിക്കും. അപ്പൊ ആലോചിച്ച് നോക്കി, ഓക്സിൻ നല്ല പരിപാടിയല്ലേ ചെയ്യുന്നത്? വയസ്സായവരെ നശിപ്പിക്കും, അതായത് കുറെ നാളായിട്ട് മെച്ചുവർ ആയിട്ട് വയസ്സായി നിൽക്കുന്ന ഇലകളെ കൊഴിയാൻ സഹായിക്കും. ഏർലി സ്റ്റേജിൽ കുഞ്ഞു ഇലകളൊക്കെ കൊഴിയാതെ അവരെ വളരാൻ വേണ്ടിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിയേ, ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി ഇൻ ടൊമാറ്റോ. ടൊമാറ്റോ എന്ന് പറയുന്ന ചെടിയിൽ പാർത്തനോകാർപ്പിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്ന പ്ലാന്റ് ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, യൂസ്ഡ് ആസ് ഹെർബിസൈഡ്സ്. എന്താണ് ഹെർബിസൈഡ്സ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മള് ചില സമയത്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ടൈൽ ഇട്ടിട്ട് അവിടെ നമ്മൾ പുല്ല് നടും അല്ലെ? അപ്പൊ നമുക്ക് ഗ്രീൻ ഗ്രാസ്, കനേറി ഗ്രാസ് ഒക്കെ പോലത്തെ എന്തെങ്കിലും മോണോകോട്ടിലിഡൻസ് ആണ് നമ്മൾ നടുക. അതായത് സിംപ്ലി പറഞ്ഞാൽ പുല്ല് നമ്മൾ നട്ടുവെക്കും. അതിന്റെ ഇടയിൽ ചില ഡൈക്കോട്ട് പ്ലാന്റ്സ് വളരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് പറിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം പുല്ലിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ചെടികൾ മുളച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഭയങ്കര വൃത്തികേടായിരിക്കും. ഇങ്ങനെ ലോൺസ് എന്നാ പറയും. ഇങ്ങനെ വലിയ ഒരു പച്ച പരവതാനി വിരിച്ച പോലത്തെ പുല്ല് നട്ട് വളർത്തിയതിന്റെ ഇടയിൽ ഈ ചെടികൾ വളർന്നു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കാര്യമാണ് 2,4-D എന്ന് പറയുന്ന സാധനം. ഈ 2,4-D നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓക്സിൻ ആണ്. ഈ ഓക്സിൻ കൊണ്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൈക്കോട്സിനെ മാത്രം പോയിട്ട് കൊല്ലും, മോണോകോട്സിനെ ഒന്നും ചെയ്യില്ല, നമ്മുടെ ഗ്രാസിനെ ഒന്നും ചെയ്യില്ല. ഗ്രാസിന്റെ ഇടയിൽ വളർന്നു വരുന്ന എന്തിന്റെ ഡൈക്കോട്സിനെ ഈ സാധനം പോയി കൊല്ലും. അതാണ് യൂസ് ഓഫ് ഹെർബിസൈഡ്സ്, യൂസ്ഡ് ആസ് ഹെർബിസൈഡ് എന്ന് പറയുന്നത്. ഹെർബിസൈഡ് എന്ന് പറഞ്ഞാൽ ഡൈക്കോട്സിനെ ഡൈക്കോട്സിനെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹെർബിസൈഡ്സ് എന്ന് പറയുന്നത്. ഇതെന്താ? helps in cell division, promote apical dominance. എന്താണ് apical dominance? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് apical dominance എന്ന് വേണം ചോദിക്കാം. നോക്കിയടാ, നോക്കാം. ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കും. ഇത് ഇവിടെയാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? ഓക്സിനെ കാണാൻ പറ്റുക. റൂട്ടിന്റെയും ഷൂട്ടിന്റെയും ടിപ്പിലാണ് ആരുണ്ടാവുക? ഓക്സിൻ ഉണ്ടാവുക. നോക്കിയേ, ഇനി ഇത് ലീഫ്, ഇതിവിടെ കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓക്സിലറി ബഡ് എന്ന് പറയും. എന്താ പറയാ? ഓക്സിലറി ബഡ് അല്ലെങ്കിൽ ലാറ്ററൽ ബഡ് എന്ന് നമ്മൾ പറയും. ഇവിടെ നിന്നാണ് നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടാവേണ്ടത്. വേറെ ചെടികളുടെ ബ്രാഞ്ചസ് ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നാണ്. പക്ഷേ ഇവിടെ ഓക്സിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്തിനു സമ്മതിക്കില്ല? ഈ ബ്രാഞ്ചിനെ മേലോട്ട് വളരാൻ സമ്മതിക്കില്ല. ഇവിടെ ഓക്സിൻ ഉള്ളത് കൊണ്ട് ഈ ഓക്സിൻ ഇവിടെ നിൽക്കും. അപ്പോൾ എന്തിനു പറ്റും? ഇവിടെയുള്ള ലാറ്ററൽ ബഡ്സിന് ഇങ്ങനെ വളരാനായിട്ട് പറ്റില്ല. ഇതിനെ പറയുന്ന പേരാണ് അപ്പിക്കൽ ഡോമിനൻസ്. എന്താ പറയാ? apical dominance. നോക്കിയടാ, എക്സാമിന് ചോദിക്കും what is apical dominance എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. നോക്കിയേ, apical dominance is a process in which growing apical bud inhibit the growth of lateral bud. lateral budന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ആരുടെ പണി എന്ന് പറയുന്നത്? ഈ ഓക്സിന്റെ പണി. ഓക്സിൻ ഈ ഷൂട്ടിന്റെ, അതായത് സ്റ്റെമ്മിന്റെ ടിപ്പിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലാറ്ററൽ ബഡിന് അതിൽ കൂടെ വളർന്നു പോകാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? apical dominance എന്ന് പറയുന്നത് കേട്ടോ. എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും വാട്ട് ഈസ് apical dominance എന്നുള്ളത്. ഇനി നോക്കിയേ, റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്സ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ്
ലാറ്ററൽ ബഡ്സ്. നിങ്ങൾ ടീ പ്ലാന്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ തേയിലത്തോട്ടം കണ്ടിട്ടില്ല? തേയില ഇങ്ങനെ ബുഷ് പോലെയല്ലേ വളർന്നുകൊണ്ട് നിൽക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വളർന്നതെന്ന് അറിയോ? അവിടെ കുറെ ചേച്ചിമാര് അല്ലെങ്കിൽ ആന്റിമാര് അതിന്റെ എന്താ പറയാ, അതിന്റെ ടിപ്പ് ഇങ്ങനെ നുള്ളി കളയുന്നുണ്ടാവും, അല്ലെങ്കിൽ കൈ വെച്ച് നുള്ളുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ടൂൾ വെച്ച് കത്രിക പോലത്തെ ഒരു ടൂൾ വെച്ചിട്ട് അതൊരു മുറിച്ചു കൊടുക്കുന്നുണ്ടാവും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അപ്പിക്കൽ, അതായത് അപ്പിക്കൽ ബഡ് ഇവർ റിമൂവ് ചെയ്ത് കൊടുക്കും. അപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്താൽ മാത്രമാണ് ഈ ലാറ്ററലിലുള്ള ബഡ്സിന് വളരാൻ പറ്റുള്ളൂ. അങ്ങനെ ലാറ്ററൽ ബഡ്സ് വളരുന്നത് കൊണ്ടാണ് അവരൊരു ബുഷി ഫോം ആയിട്ട് നിൽക്കുന്നത്. അതാണ് ലാസ്റ്റ് ബഡിൽ പറഞ്ഞേക്കുന്നത്, ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, റിമൂവൽ ഓഫ് ഷോർട്ട് ടിപ്സ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. ലാറ്ററൽ ബഡ്സ് വലുതാവണമെങ്കിൽ നമ്മൾ എന്ത് റിമൂവ് ചെയ്ത് കൊടുക്കണം? അപ്പിക്കൽ ബഡ്സ് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. നെക്സ്റ്റ് പ്ലാന്റ് ഹോർമോണിന്റെ പേരെന്താണ്? ഗിബെർലിൻ. പറഞ്ഞേ, ഗിബെർലിൻ. നോക്കിയേ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരുടെ പേരൊക്കെ പറയാൻ. നോക്കിയേ, ഈ കുറോസോവ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. എന്താണ് ഈ കുറോസോവ? ഇവരുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിലാണ്. ജപ്പാനില് നമ്മുടെ റൈസ് പ്ലാന്റ് ഇല്ലേ, റൈസിന്റെ സീഡ്ലിംഗ് ആണെന്ന് മക്കള് തൽക്കാലം വിചാരിക്കട്ടെ. നമ്മുടെ റൈസിന്റെ സീഡ്ലിംഗ് ജപ്പാനിൽ നോക്കിയപ്പോ ഈ റൈസിന്റെ സീഡ്ലിംഗ് പറഞ്ഞ നേരം കൊണ്ട് ഒറ്റയടിക്ക് ഹൈറ്റ് വയ്ക്കാണ്. ഇത് ഇത്രയും ഉണ്ടായിരുന്നു, നോക്കിയാൽ ഇത്രയും ഉണ്ടായിരുന്ന സീഡ്ലിംഗ് ഒറ്റയടിക്ക് ഇത്രയും ഹൈറ്റ് വെച്ചു. അപ്പൊ ജപ്പാനിലുള്ള ആൾക്കാർ വിചാരിച്ചു നമുക്ക് കുറെ വിളവെടുപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇത് വെറുതെ പറ്റിക്കലാണ്, ഹൈറ്റ് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് എന്തില്ല, ഇത് ഫെയിലാണ്. അതായത് ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമില്ല, വെറുതെ പൊക്കം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഡിസീസിനെ പറയുന്നതാണ് ഫൂളിഷ് സീഡ്ലിംഗ്. എന്താ പറയാ? ഫൂളിഷ്, നമ്മളെ പറ്റിക്കാൻ. നമ്മൾ വിചാരിക്കും ഇതിനകത്ത് കുറെ വിളവെടുപ്പ് നമുക്ക് കിട്ടുന്നു, പക്ഷെ ശരിക്കും ഇതിനകത്ത് ഒന്നുമില്ല. ഇത്രയും ചെറിയ സാധനം പറഞ്ഞ നേരം കൊണ്ട് ഇത്രയും വലുതായിട്ട് വളരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താണ് ഇതിനകത്ത് കുറെ വിളവെടുപ്പ് കിട്ടും, പക്ഷെ നമ്മൾ പറ്റിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഫൂളിഷ് സീഡ്ലിംഗ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും മിസ് പറയുന്നതാണ്. ഈ അസുഖത്തിന്റെ പേരാണ് എന്ത്? ബക്കാനെ ഡിസീസ്. പറഞ്ഞേ, ബക്കാനെ ഡിസീസ്. ഈ അസുഖത്തിന്റെ പേരാണ് ബക്കാനെ ഡിസീസ്. ഈ സയന്റിസ്റ്റ് കുറോസോവ എന്താ ചെയ്തെന്ന് അറിയോ? കുറോസോവ അതായത് ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റിനെ എടുത്തു. എന്നിട്ട് ഈ മറ്റേ ഫൂളിഷ് സീഡ്ലിംഗ്, അതായത് ഇങ്ങനെ അഫക്റ്റഡ് ആയിട്ടുള്ള ചെടികൾ ഉണ്ടാവില്ലേ, എഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ എക്സ്ട്രാക്ട് എടുത്തു. അതായത് ഇതിനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിന്റെ എക്സ്ട്രാക്ട് എടുത്തു. എന്നിട്ട് ഇതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു റൈസ് പ്ലാന്റിന്റെ അടിയിൽ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോ ആ ഹെൽത്തി ആയിട്ട് നിന്ന റൈസ് പ്ലാന്റിനും എന്താ അസുഖം വന്നു? ഈ ബക്കാനെ ഡിസീസ് വന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ എക്സ്ട്രാക്റ്റിൽ എന്തോ ഒരു സാധനം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ സാധനം എന്താണെന്ന് അദ്ദേഹം കുറച്ചു നാൾ കഴിഞ്ഞ് കണ്ടുപിടിച്ചു. ആ സാധനമാണ് എന്ത്? ഗിബെർലിൻ എന്ന് പറയുന്നത്. എന്താ പറയാ? ഗിബെർലിൻ. ഇവിടെ നോക്കിയേ, ഗിബർല ഫൂയിക്കുറൈ, ഫൂജിക്കുറൈ എന്ന് വായിക്കാ. ഫൂയിക്കുറൈ ആ സാധനം ഗിബെർലിന്റെ പേരാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഗിബെർലിന്റെ പേരാണ് എന്ത്? ഗിബറെല്ല ഫൂയിക്കുറൈ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗിബെർലിൻ. ഈ അസുഖം ഉണ്ടാക്കിയത് ഗിബറെല്ല ഫൂയിക്കുറൈ എന്ന് പറയുന്ന ആളാണ്. അതെന്താണ് ഗിബറെല്ല ഫൂയിക്കുറൈ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ എന്താ പറയാ? ഗിബെർലിൻ എന്നാണ് പറയാ. എന്താ പറയാ? ഗിബെർലിൻ. ഇനി ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഗിബെർലിൻ എക്സാമ്പിൾ ആണ് GA3 ഓർ ടെർപിൻസ്. ഇതാണ് ആദ്യമായിട്ട് ഡിസ്കവേർഡ് ചെയ്ത ഗിബെർലിന്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും ഫംഗ്ഷൻസ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഓക്സിന്റെ ഫംഗ്ഷൻ ഏതാണ്, ഗിബറിന്റെ ഫംഗ്ഷൻ ഏതാണ്. അല്ലെങ്കിൽ കുറെ ഫംഗ്ഷൻസ് തന്നിട്ട് നിങ്ങളോട് ടേബിൾ ആക്കാൻ പറയും. ഓക്സിന്റെയും സൈറ്റോക്കിൻ അല്ലെങ്കിൽ ഗിബർലിൻ എനിത്തിങ് എന്തായിക്കോട്ടെ, നിങ്ങളോട് അത് ടേബിൾ ആക്കാൻ പറയും. അപ്പൊ നമുക്ക് ഈ എന്താ പറയാ, ഈ ഫംഗ്ഷൻസ് അറിഞ്ഞാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഇവരുടെ ടേബിളിൽ കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കി, ഇവരുടെ ഫംഗ്ഷൻ എന്താ? increases the length of the axis. എന്താണ്? ഗ്രേപ്സ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഗ്രേപ്സിന്റെ മെയിൻ സ്റ്റാക്ക് അല്ല, നോക്കിയടാ. ഇപ്പൊ ഗ്രേപ്സ് ആണെന്നെ മക്കള് വിചാരിക്കുക ഇങ്ങനെ ഒട്ടും സ്ഥലമാണ്. നമ്മുടെ മുന്തിരിയുടെ മെയിൻ കൊമ്പിനല്ല പറയുന്നത്, ചെറിയ ചെറിയ സ്റ്റാക്ക് ഉണ്ടല്ലോ, മുന്തിരിയും ഓരോ മുന്തിരിയും ഉള്ള സ്റ്റാക്കില്ലേ, അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിന് ലെങ്ത് കുറഞ്ഞാൽ അപ്പൊ എന്താ പ്രശ്നം? ഓക്കെ, ഈ കേസിൽ ഈ സ്റ്റോക്ക്, ഇവിടെ ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കും.
ഇതല്ലാണ്ട് ഇവർക്ക് മറ്റേ ഓരോ മുന്തിരിയും ഉണ്ടാകുന്ന സ്റ്റോക്കിന് ലെങ്ത് ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്താ ബുദ്ധിമുട്ട്? ഇവർക്ക് മര്യാദക്ക് പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാവില്ല. അതായത് തിങ്ങിക്കൂടി വളരുമ്പോൾ ഒന്നെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, മരക്ക് ന്യൂട്രിയൻസ് കിട്ടില്ല, അങ്ങനത്തെ എല്ലാ കേസുകളും ഉണ്ട്. പക്ഷെ ഇവിടെ ആണെങ്കിൽ നോക്കിയേ, ഇവിടെ എല്ലാത്തിനും ഓരോ മുന്തിരിയുടെ സ്റ്റോക്കിനും അതിന് വേണ്ടതായിട്ടുള്ള ലെങ്ത് ഉണ്ട്. അപ്പൊ അവർക്ക് തല്ലെടുത്തൊന്നുമില്ല, നല്ല സ്പേസ് ഉണ്ട് അവർക്ക് വലുതാവാനുള്ളത്. അതുകൊണ്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടും, കറക്റ്റ് ആയിട്ടുള്ള വളർച്ചയാണോ. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഗ്രേപ്സിന് കിട്ടും. ഇതിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് എന്ന് പറയുന്നത് ഗിബെർലിൻ എന്ന് പറയുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രേപ്സ് ആർബിൾ ഒന്നിനെ ഓർത്തത് ഗിബെർലിക് ആസിഡ്. G ഫോർ ഗ്രേപ്സ് എന്ന് ആലോചിക്കുക, A ഫോർ ആപ്പിൾ എന്ന് ആലോചിക്കുക. ഗ്രേപ്പും ആപ്പിളും എവിടെ കണ്ടാലും ഇറ്റ്സ് ബിലോങ് ടു ഗിബെർലിൻ. ഇനി പൈനാപ്പിൾ എവിടെ കണ്ടാലും ഇറ്റ്സ് ബിലോങ് ടു ഓക്സിൻ. ഓക്സിൻ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് നമ്മൾ പൈനാപ്പിളിന്റെ ഫ്ലവറിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത് പഠിച്ചത്. അതേപോലെ തന്നെ പാർത്തനോകാർപ്പി ഇൻ ടൊമാറ്റോ, ഈ രണ്ട് കേസ് നമ്മൾ ഓക്സിനിലാണ് പഠിച്ചത്. ഇവിടെ ഓർക്കേണ്ടത് ഗിബെർലിൻ പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട രണ്ട് ഫ്രൂട്ട്സിന്റെ പേരാണ് ഗ്രേപ്സും അതേപോലെ തന്നെ ആപ്പിളും. ഗ്രേപ്സിന്റെ സ്റ്റോക്കിന്റെ ലെങ്ത് കൂട്ടാനാണ് സഹായിക്കുക. ഇനി ആപ്പിളിനാണെങ്കിലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആപ്പിളിന് നല്ല ഷേപ്പ് അല്ലേ? എങ്ങനെയാണ് ഈ ആപ്പിളിന് ഷേപ്പ് ഒക്കെ നല്ല ഷേപ്പ് വരണമെന്ന് അറിയോ? ബിക്കോസ് ഓഫ് ഗിബെർലിൻ ആണ്. ഗിബെർലിൻ ആണ് എന്ത് ചെയ്യുന്ന ആപ്പിളിന്റെ ഷേപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ രണ്ട് പോയിന്റ് മറക്കരുത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഓക്സിനിൽ പഠിച്ച ഡിലേ സെഹിസെൻസ്. സോ ദ ഫ്രൂട്ട് ക്യാൻ ബി ലെഫ്റ്റ് ഓൺ ഫ്രീ ടു എക്സ്റ്റെൻഡ് ദി മാർക്കറ്റ് പീരീഡ്. ഇപ്പൊ ആലോചിച്ച് നോക്കിയും, ഇപ്പൊ നമുക്ക് ഓരോ മാർക്കറ്റ് പീരീഡ് ഉണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയാ, ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് മാങ്ങ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ എന്റെ മാവിലാണെങ്കിൽ മാങ്ങ എന്താ പച്ചയായിട്ട് നിൽക്കാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ എന്റെ മാവില് മാവ് പഴുത്ത് നിൽക്കാണ്. നോക്കിയടാ, നെക്സ്റ്റ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ ഓപ്ഷനിൽ പഠിച്ചാണ്. എന്താണ്? ഡിലേ സെഹിസെൻസ്. കൊഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ പറ്റും. അതായത് എല്ലാ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ് അതിന്റെ സെനിസെൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഡിലേ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് GA3 കൊണ്ടുള്ള യൂസ്? GA3 ഈസ് യൂസ് ടു സ്പീഡ് അപ്പ് മാൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രീവിംഗ് ഇൻഡസ്ട്രി. എന്താണ് ബ്രീവിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഐ തിങ്ക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ പഠിക്കുന്നുണ്ട്. എന്താണ്? ഐ തിങ്ക് സുവോളജിയിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, നമ്മള് മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ചിട്ടാണ് ഈ ബിയർ അതേപോലെ തന്നെ എല്ലാ ആൽക്കഹോൾസും ഉണ്ടാക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ ഇവരുടെ ഈ ആക്ഷൻസ്, അതായത് ഈ റിയാക്ഷൻസ് സ്പീഡ് ആക്കാൻ വേണ്ടി നമ്മൾ ആര് ഉപയോഗിക്കും? GA3 എന്ന് പറയുന്ന ഗിബെർലിക് ആസിഡിനെ ഉപയോഗിക്കും. ബ്രീവിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് ഈ ബിയറും ആ സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീനെ പറയുന്ന പേരാണ് എന്ത്? ബ്രീവിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാൾട്ടിംഗ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എക്സ്ട്രാജുലേറ്റ് ചെയ്ത് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ എഴുതേണ്ട കാര്യമാണ്. ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റോക്ക് ഇൻ ഗ്രേപ്സ്, ഇംപ്രൂവ് ദ ഷേപ്പ് ഓഫ് ആപ്പിൾ. ഇനി ഈ സെന്റൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? മാൾട്ടിംഗ് എന്നുള്ള ഒരു വാക്ക് എഴുതിയിട്ടുണ്ടാവണം. മാൾട്ടിംഗ് ഈസ് ഇമ്പോർട്ടന്റ്. ഇനി നെക്സ്റ്റ് എന്താണ്? ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? കരിമ്പിന് ലെങ്ത് കൂട്ടാൻ നോക്കിയടാ. ഇപ്പോ നോർമലി ഒരു കരിമ്പിന്റെ ഒരൊറ്റ ഇന്റർനോഡ് ഇത്ര ലെങ്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഗിബെർലിൻ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് കൂടും. ഇങ്ങനെ എല്ലാ കരിമ്പിന്റെയും ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് 20 tons per acre. ഇങ്ങനെ 20 tons per acre ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം കിട്ടില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഷുഗർ കെയിന്റെ ഇന്റർനോഡിന്റെ അതായത് സ്റ്റെമ്മിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഗിബെർലിൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോണിഫേഴ്സ്. ഓക്കെ, കോണിഫേഴ്സ് നോക്കിയേ. നോക്കാം, കോണിഫേഴ്സിൽ നമ്മുടെ ഗിബെർലിൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാക്ക് പിന്നെ നമ്മൾ കണ്ടു ജുവനൈൽ, അതായത് ചെറിയ, നമ്മുടെ കോണിഫർ വലുതായി വരുന്നതേ ഉള്ളൂ. ചെറിയ, അതായത് വിത്ത് മുളച്ച് കുഞ്ഞു തൈ ആവുമ്പോ തന്നെ ഈ ഗിബെർലിൻ പോയി തളച്ചു എന്ന് വിചാരിക്കും. ഈ ഗിബെർലിൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് മെച്ചുവർ ആയിട്ട് അടുത്ത ജനറേഷനെ ഉണ്ടാക്കും. കണ്ടോ? ഏർലി സീഡ് പ്രൊഡക്ഷൻ ആര് സഹായിക്കുന്നുണ്ട്? ഗിബെർലിൻ സഹായിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? കോണിഫേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പഠിക്കാണ്ട് ആരും പോകണ്ട കേട്ടോ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ബോൾട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ? നോക്കിയേ, നോക്കാം.
എന്താണ് ബോൾട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ചെടിയാണെങ്കിൽ ഇങ്ങനെയാണ് ലീവ്സ് ഉണ്ടാവുക അല്ലെ. ഇങ്ങനെ കുറെ ലീവ്സ് നോഡിലും ഇന്റർനോഡിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും. ഇനി എന്താണ് ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിയടാ, ഇതൊരു സ്റ്റെം ആണെങ്കിൽ എല്ലാവരും കൂടി റോസെറ്റ് ഓഫ് ലീവ്സ്, എന്താ പറയാ, റോസെറ്റ് ഓഫ് ലീവ്സ്. നമ്മുടെ ക്യാബേജ് ആണ് അതിന് പറ്റിയ എക്സാമ്പിൾ. റോസെറ്റ് ഓഫ് ലീവ്സ്. ഈ ഇന്റർനോഡ് എല്ലാം കൂടി ഇങ്ങനെ അമങ്ങും. ഇലോങ്ങേഷൻ സംഭവിക്കാണ്ട് ഇവരെല്ലാം കൂടി ഒന്നിച്ചായി കഴിഞ്ഞാൽ എല്ലാ ലീവ്സും ഒരൊറ്റ ഇന്റർനോഡിൽ ഉണ്ടാവും. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്, എന്താ പറയാ, ബോൾട്ടിംഗ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും എന്താണ് ബോൾട്ടിംഗ് എന്നുള്ളത്. മിക്ക തവണയും എക്സാമിന് ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എന്താണ് ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇന്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് prior to the flowering. ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്ത് എന്താവും, റോസെറ്റ് പോലെയാകും. റോസെറ്റ് ഹാബിറ്റ്, നിങ്ങൾ റോസെറ്റ് ഹാബിറ്റ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ക്യാബേജ് ആണ് അതിന് പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. പിന്നെ നമ്മൾ ബീട്രൂട്ടിലൊക്കെ ചില സമയത്ത് കാണാൻ പറ്റും എന്താണ് ഈ റോസെറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന ചെടി എല്ലാം കൂടി കംപ്രസ് ചെയ്തിട്ട് ഒരൊറ്റ ഇന്റർനോഡ് ഇനി ഇലോങ്ങേറ്റ് ആവും. അപ്പൊ എന്താവും, ഫ്ലവറിങ്ങിന് മുമ്പാണ് സംഭവിക്കുക. അതാണ് ആ സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഇന്റർനോഡ് ഇലോങ്ങേഷൻ ജസ്റ്റ് prior to the flowering. ഓക്കെ, ഫ്ലവറിങ്ങിന് മുന്നേ. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഇങ്ങനെ എല്ലാം കൂടി വന്നിട്ട് എല്ലാ ലീവ്സും ഒരുമിച്ചിരിക്കും. ഇത് ഈ ഒരു ഹാബിറ്റിനെ പറയുന്ന പേരാണെന്ത്, റോസെറ്റ് ഹാബിറ്റ്. എന്താ പറയാ, റോസെറ്റ് ഹാബിറ്റ്. പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. എക്സാമ്പിൾ ആണ് ക്യാബേജ്, അല്ലെങ്കിൽ എന്താ പറയാ ബീറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ, ബീട്രൂട്ട്. ഓക്കെ, ക്യാബേജ് അല്ലെങ്കിൽ എന്താ പറയാ ബീട്രൂട്ട്. ഇനി നെക്സ്റ്റ് എന്താ, സൈറ്റോകൈനിൻ. എന്താണ് സൈറ്റോകൈനിൻ? ഇവിടെ നോക്കിയേ, ഇതിന്റെ എഫ്സൂക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്, സൈറ്റോകൈനിൻ കണ്ടുപിടിച്ചത്. ഇതിന്റെ കഥ കുറച്ച് വലിയ കഥയാണ്, എന്നാലും ചുരുക്കി പറയുന്നത് കണ്ടുപിടിച്ച കഥ എങ്ങനെയാണ് നോക്കിയേ. നിങ്ങൾ ടിഷ്യൂ കൾച്ചർ, എനിക്ക് തോന്നുന്നു +2 നിങ്ങൾ പഠിക്കുന്നുണ്ട് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എഫ്സൂക്ക് എന്താ ചെയ്തതെന്ന് അറിയോ? ഓക്കെ, ടിഷ്യൂ കൾച്ചർ വഴിയിട്ട് ഒരു ഇന്റർനോഡ് എന്താ കൊണ്ടിട്ട്, ടൊബാക്കോ പ്ലാന്റിന്റെ ഇന്റർനോഡ് ടിഷ്യൂ കൾച്ചറിന്റെ ന്യൂട്രിയൻ മീഡിയത്തിൽ കൊണ്ടിട്ടു. ന്യൂട്രിയൻ മീഡിയത്തിൽ നിങ്ങൾക്ക് അറിയാം കാർബൺ സോഴ്സ് ഉണ്ടാവും, അമിനോ ആസിഡ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്തൊക്കെ ഇൻഓർഗാനിക് സോൾട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള ഓക്സിജൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഗിബർലിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇയാൾ എഫ്സൂക്ക് എന്ത് ചെയ്തു, ഈ ഇന്റർനോഡിനെ കൊണ്ടുപോയിട്ട് ടിഷ്യൂ കൾച്ചറിന്റെ ആ ന്യൂട്രിയൻ മീഡിയത്തിൽ കൊണ്ടിട്ട് കൊടുത്തു. മിസ് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ ന്യൂട്രിയൻ മീഡിയത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിട്ട് ഈ ഇന്റർനോഡ് കൊണ്ട് നമ്മൾ വളർത്തും. മണ്ണിൽ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെ ഇട്ട് കൊടുത്ത സമയത്ത് സാധാരണ കേസിൽ എന്ത് വേണം, ഇത് വളരണം അല്ലെ, ഒരു പുതിയ ചെടിയായിട്ട് വളരണം. പക്ഷെ ഇവരുടെ കേസിൽ എന്താണ്, ഇത് വളർന്നില്ല, പകരം ഒരു കാലസ് ഫോം ചെയ്തു. എന്താ പറയാ, കാലസ്. അതായത് വളർച്ച ഇനീഷ്യലി അവർ ഗ്രോത്ത് കാണിച്ചു, അതായത് കുറച്ച് പുതിയ സെൽസ് ഇവരുടെ ബോഡിയിൽ ഉണ്ടായി. പക്ഷെ ഒരു ഫെർദർ ഗ്രോത്ത് ആരെ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല, ഈ ഒരു ഇന്റർനോഡിനെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം ഫെയിൽ ആയി എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം തോക്കാതെ രണ്ടാമതൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. നോക്കിയേ, എക്സ്ട്രാക്ട്സ് ഓഫ് വാസ്കുലർ ടിഷ്യൂ, ഈസ്റ്റ്, കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ DNA. നമ്മുടെ ഇതിന്റെ ഒപ്പം ആരെയും കൂടെ ആഡ് ചെയ്യാണ്, ഈ വാസ്കുലർ ടിഷ്യൂ, പിന്നെന്താ ഈസ്റ്റ്, കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ DNA. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, രണ്ടാമതൊരു എക്സ്പെരിമെന്റ് നടത്തി. അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയപ്പോ എന്ത് സംഭവിച്ചു നോക്ക, ഇതേ സംഭവം തന്നെ ടിഷ്യൂ കൾച്ചർ നടത്തി, ഉള്ളിൽ ഒരു ഇന്റർനോഡ് കൊണ്ടിട്ടു. പക്ഷെ ഇന്റർനോഡിന്റെ ഒപ്പം എന്തൊക്കെ ഉണ്ടായിരുന്നു, ഈസ്റ്റ്, DNA, കോക്കനട്ട് മിൽക്ക്, വാസ്കുലർ ടിഷ്യൂ, ഇതും കൂടി ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോ ഇതിനെടുത്ത് മണ്ണിൽ വെച്ച് നോക്കി വളരുന്നുണ്ടോ. അങ്ങനെ നോക്കിയപ്പോ എന്താണ്, ഇവര് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. എന്ത് കാട്ടി, ഗ്രോത്ത് ഈസ് പ്രസന്റ്, ഗ്രോത്ത് കാട്ടി. എന്നാലും അദ്ദേഹത്തിന് മനസ്സിലായില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഇവർ ഗ്രോത്ത് കാട്ടിയത്. കാരണം ഓക്സിൻ പ്ലസ് ഗിബർലിൻ, നേരത്തെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള ഓക്സിനും ഗിബർലിൻ ഇട്ടപ്പോ ഗ്രോത്ത് കാണിച്ചില്ല. പക്ഷെ ഓക്സിനും ഇവരെയും തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്തപ്പോ എന്ത് കാണിക്കുന്നുണ്ട്, ഇവര് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു സബ്സ്റ്റൻസ് ആണ് ഇതിന് കാരണം. അതിന് വേണ്ടിയിട്ട് അവർ വേറൊരു എക്സ്പെരിമെന്റ് ചെയ്തു. ആ എക്സ്പെരിമെന്റിന് എഫ്സൂക്കിനെ സഹായിച്ചത് മില്ലർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. എഫ്സൂക്കും മില്ലറും കൂടിയും ഒരു ഫിഷിനെ എടുത്തു. ആ ഫിഷിന്റെ സ്പേമിൽ നിന്ന് DNA കളക്ട് ചെയ്തു. ആ ഫിഷിന്റെ സ്പേമിൽ നിന്ന് DNA കളക്ട് ചെയ്തു. നിങ്ങൾക്കറിയാം DNA എന്തൊക്കെയാണുള്ളത്, അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്,
സൈറ്റോസിൻ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് DNA ഉള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, നെക്സ്റ്റ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ഇദ്ദേഹം ഓക്സിനും DNA-യുമാണ് ടിഷ്യൂ കൾച്ചറിന്റെ ന്യൂട്രിയൻ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ DNA-യിലുള്ള എന്തോ ഒരു കമ്പോണന്റ് ആണ് ഈ ഗ്രോത്തിന് കാരണം. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്തുള്ള ഒരു അഡിനിൻ എന്ന് പറയുന്ന സാധനമാണ് എന്തിന് കാരണം, ഗ്രോത്ത് കാണിക്കുന്നത്. ഓക്സിനും അഡിനും കൂടി ചേർന്നിട്ടാണ് ഗ്രോത്ത് കാണിക്കുന്നത്. ഓക്സിൻ പ്ലസ് അഡിനിൻ, ഓക്സിനും അഡിനിനും കൂടി ചേർന്ന് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ആ സാധനമാണ് ഇവരുടെ ഗ്രോത്തിന് കാരണം. ഓക്കെ, ആ സാധനമാണ് എന്തെന്ന് പറയുന്നത്, സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. എന്താ പറയാ, സൈറ്റോകൈൻ. അഡിനിൻ ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ സൈറ്റോകൈനിനെ വിളിക്കുന്നത്. എന്താ പറയാ, അഡിനിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് എന്ന് പറയുന്നത് സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് സൈറ്റോകൈനിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നോക്കിയടാ, കൈനെറ്റിൻ ഫ്രം ഈ ഹെറിംഗ് എന്ന് പറയുന്നത് ഫിഷിന്റെ പേരാ. മിസ് പറഞ്ഞില്ല, ഒരു ഫിഷിന്റെ സ്പെർമിന്റെ DNA-യിൽ നിന്നാണ് അഡിനിൻ എടുത്താന്ന്. ഫിഷിന്റെ നമ്മുടെ നാട്ടിലുള്ള ചാള, ചാള, ഇല എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉള്ള ഒരു ഫിഷിന്റെ പേരാണ് എന്ത്, ഹെറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ചാള കോമൺ ആയിട്ട് കിട്ടില്ല, അതേപോലെ തന്നെ അവിടെ കോമൺ ആയിട്ടുള്ള ഒരു മീനാണ് എന്തെന്ന് പറയുന്നത്, ഹെറിംഗ് ഫിഷ് എന്ന് പറയുന്നത്. ഈ ഫിഷിന്റെ സ്പെർമിന്റെ DNA-യിൽ നിന്നാണ് ആരെ എക്സ്ട്രാക്ട് ചെയ്തത്, കൈനെറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ എക്സ്ട്രാക്ട് ചെയ്തത്. കൈനെറ്റിൻ എന്ന് പറഞ്ഞാൽ സൈറ്റോകൈനിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് എന്ന് പറയുന്നത് കൈനെറ്റിൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഓക്കെ, ഇത് നോക്കിയടാ, ഇത് അത് മിസ് ഇവിടെ കൊടുത്തിട്ടില്ല, ശ്രദ്ധിക്കട്ടോ. നോക്ക, ആനിമൽ, അതായത് ഫിഷ് എന്ന് പറയുന്ന ഒരു ആനിമൽ അല്ലേ, ഫിഷിന്റെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതാണ് കൈനെറ്റിൻ. കൈനെറ്റിൻ എന്ന് പറഞ്ഞാൽ സൈറ്റോകൈനിന്റെ ഒരു ഡെറിവേറ്റീവ്. ഇനി പ്ലാന്റ്സിന്റെ ബോഡിയിൽ നിന്ന് സൈറ്റോകൈനിന്റെ ഡെറിവേറ്റീവിനെ എക്സ്ട്രാക്ട് ചെയ്തതിന്റെ പേര് സിയാറ്റിൻ എന്നാണ്. എന്താ പറയാ, സിയാറ്റിൻ. സിയാറ്റിൻ ആൻഡ് കൈനെറ്റിൻ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനിയാണ് നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇവരുടെ ഫംഗ്ഷൻ എന്താണ്, ഇത് പ്ലേ റോൾ സൈറ്റോകൈനസ്. സൈറ്റോകൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, സെൽ ഡിവിഷൻ. എന്താ പറയുക നമ്മള്, സെൽ ഡിവിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. സെൽ ഡിവിഷനാണ് നമ്മൾ എന്ത് പറയാ, സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഇനി പുതിയ ലീവ്സ് ഉണ്ടാകാൻ സഹായിക്കും, അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകാൻ സഹായിക്കും, ലേറ്റർ ഷൂട്ട് ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്, ഷൂട്ട് ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഓർക്കാൻ മതി, സൈറ്റോകൈനസ് ലീഫ് ഉണ്ടാക്കാൻ സഹായിക്കും, ലീഫിന്റെ ഉള്ളിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കും, ഷൂട്ടിന്റെ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്, ഷൂട്ട് ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് സംഭവം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മിക്ക സമയത്തും എക്സാമിന് ചോദിക്കുന്ന സാധനമാണ്, ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. They help to overcome apical dominance. നോക്കിയടാ, ഓക്സിന്റെ എനിമിയാണ് സൈറ്റോകൈൻ എന്ന് പറയുന്നത്. കാരണം ഓക്സിൻ അപ്പിക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യും. അപ്പിക്കൽ ഡോമിനൻസ് വരാൻ തന്നെ കാരണക്കാരൻ ആരാണ്, ഓക്സിൻ ആണ്. പക്ഷെ നമ്മുടെ സൈറ്റോകൈൻ ആണെങ്കിലോ, ടു ഹെൽപ്പ് ടു ഓവർകം എന്ന് സഹായിക്കും. അപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ആര് സഹായിക്കുന്നുണ്ട്, ഓക്സിൻ സൈറ്റോകൈൻ സഹായിക്കുന്നുണ്ട്. എക്സാമിന് ചോദിക്കും, രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന ഹോർമോൺസ് ആരാണ്, അപ്പൊ ആരാണ് എഴുതേണ്ടത്, ഓക്സിനും അതേപോലെ തന്നെ സൈറ്റോകൈനും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്സിനും അതേപോലെ തന്നെ സൈറ്റോകൈനും ആണ് ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കുന്ന രണ്ടാൾക്കാര്. ഈ നെക്സ്റ്റ് എന്താ, അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡിന്റെ ഒന്നും ഡിസ്കവറി അധികം പഠിക്കാനില്ല. നോക്കിയേ, ഡ്യൂറിങ് ഒരു 1960s ആയപ്പോ 3 kinds ഓഫ് ഇൻഹിബിറ്റേഴ്സിനെ കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ് ഇൻഹിബിറ്റേഴ്സ്, ഇൻഹിബിറ്റർ ബി, അബ്സിസിൻ 2 ആൻഡ് ഡോർമിൻ. ഈ 3 പേരെ കണ്ടുപിടിച്ചു. ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന 3 ഹോർമോൺസിനെ കണ്ടുപിടിച്ചു. അവർ കെമിക്കലി ഐഡന്റിക്കൽ ആണ്. അവരെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്, അബ്സസിക് ആസിഡ്. ആൻഡ് ദേ വർ നോൺ ആസ് അബ്സസിക് ആസിഡ്. ഇവർ 3 പേരെ 3 സ്ഥലത്തു നിന്നാണ് കണ്ടുപിടിച്ചത്. 3 സയന്റിസ്റ്റ് 3 ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്നാണ് ആരെ കണ്ടുപിടിച്ചത്, ഈ അബ്സിസിൻ 2, ഡോർമിൻ
മെറ്റ്ഫോർമിൻ അതേപോലെ തന്നെ ഇൻഹിബിറ്റർ ബി എന്ന് പറയുന്ന സാധനങ്ങളെ കണ്ടുപിടിച്ചത്. ഓക്കെ, പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കണ്ടുപിടിച്ച മൂന്നാളും കെമിക്കലി ഐഡന്റിക്കൽ ആണ്. എന്നിട്ട് അവർ നമ്മൾ ഒരുമിച്ച് വിളിച്ച പേരാണത് അബ്സസിക് ആസിഡ്. ആദ്യം സയന്റിസ്റ്റ് വിചാരിച്ചു മൂന്ന് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ 3 സയന്റിസ്റ്റ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കണ്ടുപിടിച്ച ഈ 3 ഹോർമോൺസും സെയിം ആൾക്കാരാണ്. എന്നിട്ട് നമ്മൾ അവരെ 3 പേരെയും ഒരുമിച്ച് വിളിച്ച പേരാണെന്ത് അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. കരോട്ടിനോയിഡ്സ് നിങ്ങൾക്ക് പരിചയമുള്ള ആളല്ലേ? കരോട്ടിനോയിഡ്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് അബ്സസിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ അബ്സസിക് ആസിഡ് എന്താണ് കൂടുതലും ചെയ്യുന്നത്? ഡോർമെൻസിനെ പ്രൊമോട്ട് ചെയ്യും. എന്താ ചെയ്യാ? ഇവർ പ്രൊമോട്ട് ഡോർമെൻസി. നോക്കിയേ ഇവരുടെ ഫംഗ്ഷൻ. അബ്സസിക് ആസിഡിന്റെ ഫംഗ്ഷൻസ് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ. നോക്കിയേ, they inhibit plant growth and metabolism. ഇൻഹിബിറ്റേഴ്സ് അല്ലേ? എല്ലാ സംഭവം ഇൻഹിബിറ്റ് ചെയ്യും. ഫസ്റ്റ് പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യും, സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി നോക്കിയടാ, സ്റ്റിമുലേറ്റ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. നമ്മുടെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ലോസ് ഡിക്രീസ് ചെയ്യാൻ പറ്റില്ലേ? ശരിയാണ്, വാട്ടർ ലോസ് നമ്മൾ കൊണ്ട് കുറയ്ക്കാൻ പറ്റും. ഭയങ്കര വെയിലുള്ള സമയത്ത് സ്റ്റൊമാറ്റ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ചെടിയിലുള്ള എല്ലാ വാട്ടറും പോകും. അതിനൊന്നും നമ്മുടെ അബ്സസിക് ആസിഡ് സമ്മതിക്കില്ല. അപ്പൊ തന്നെ നമ്മുടെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏത് സമയം നോക്കിയാലും നമ്മുടെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തിരിക്കാൻ കാരണക്കാരൻ ആരാണ്? അബ്സസിക് ആസിഡ് ആണ്. ഇനി അതങ്ങനെ തുടരുകയാണ് എന്ന് ആലോചിച്ച് നോക്കി. ഈ സ്റ്റൊമാറ്റയുടെ അകത്ത് കൂടെ തന്നെയാണ് പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സിന്റെ അകത്തോട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, വെള്ളം പുറത്തോട്ട് വരുന്നില്ല, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് വരുന്നില്ലെങ്കിലോ ഫോട്ടോസിന്തസിസ് നടക്കോ? ഇല്ല. പതുക്കെ നമ്മുടെ ചെടി നശിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്? ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്റ്റൊമാറ്റോ കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കുന്നത് നല്ല സ്വഭാവമാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനും എന്ത് ചെയ്യാൻ പറ്റില്ല? അകത്തോട്ട് വരാൻ പറ്റില്ല. നോക്കിയേ, ഇനി ആ എക്സാമിന് ചോദിക്കും ആരെയാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്? ഇതിന് സ്ട്രെസ് ഹോർമോൺ എന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കാം? ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും, മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്ന ഹോർമോൺ ഏതാണ്? അബ്സസിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെയാണ് നമ്മൾ എന്ത് പറയാ? സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? സ്ട്രെസ് ഹോർമോൺ. നോക്കിയടാ, seed dormancy helps to withstand the designation and other factors and unfavorable for growth. അതായത് ഇപ്പോ ഒരു ചെടിക്ക് ഒരു ചെടിയല്ല, ഒരു സീഡിന് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്ന് വിചാരിക്കും. ആ സീഡിന് ഭയങ്കര ചൂടില് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കാലാവസ്ഥ ഇപ്പൊ ഭയങ്കര ചൂടാണെന്ന് വിചാരിക്കും. നമ്മുടെ അബ്സസിക് ആസിഡ് എന്തിനു സഹായിക്കും? സീഡ് ഡോർമെൻസിയിലോട്ട് പോകാൻ സഹായിക്കും. അതായത് എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്തിട്ട് ഹൈബർനേഷൻ എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഈ സീഡ് ഡോർമെൻസി എന്ന് പറയുന്നത്. എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഡോർമെൻസി പീരീഡിലോട്ട് പോകാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ അബ്സസിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എത്തിലീൻ. നോക്കിയടാ, എത്തിലീൻ എന്ന് പറഞ്ഞ ആള് 2 ബെഞ്ചിൽ കാലത്ത് നിൽക്കുന്ന ആളാണ്. അത് വേണമെങ്കിൽ ഇൻഹിബിറ്റർ ആകാം, വേണമെങ്കിൽ പ്രൊമോട്ടർ ആകാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെ പറയുന്നത് ഇൻഹിബിറ്ററിന്റെ രൂപത്തിലാണ്. നോക്കി, ആരെ കണ്ടുപിടിച്ചേ? കസിൻസ് ആണ് അത് കണ്ടുപിടിച്ചത്. ആദ്യം തന്നെ നമ്മൾ എത്തിലീനെ കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് എത്തിലീനെ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക്? അപ്പൊ ഇത് നിങ്ങളെ വീട്ടിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ഒരു പഴുത്ത ഫ്രൂട്ട്സിന്റെ കൂടെ പഴുക്കാത്ത ഫ്രൂട്ട് കൊണ്ട് വെച്ചെന്ന് വിചാരിക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാല് ഈ പഴുക്കാത്ത ഫ്രൂട്ട്സ് പെട്ടെന്ന് പഴുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവര് കണ്ടുപിടിച്ചത് ബനാന ആൻഡ് ആപ്പിൾ ആണെന്ന് തോന്നുന്നുണ്ട്. നോക്ക്, ഒരു പഴുത്ത ആപ്പിളിന്റെ അല്ലെങ്കിൽ പഴുത്ത മാംഗോയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു പഴുക്കാത്ത ബനാന കൊണ്ടുവച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോ ഈ പഴുക്കാത്ത ബനാന പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് എന്തോ മനസ്സിലായി, എന്തോ ഒരു ഗേഷ്യസ് ഹോർമോൺ ആണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മൾ എക്സ്റ്റേണലി ഹോർമോൺസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഏതോ ഒരു ഗേഷ്യസ് ഹോർമോൺ റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ടിൽ നിന്ന് അൺറൈപ്പൻഡ് ആയിട്ടുള്ള ബനാനിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ലേറ്റർ കസിൻസ് അത് കണ്ടുപിടിച്ചു. അത് ഏതാണ്? എത്തിലീൻ എന്ന് പറയുന്ന ഗേഷ്യസ് ഹോർമോൺ ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ the one and only ഗേഷ്യസ് ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത്? എത്തിലീൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഇത് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മള് എത്തിലിന്റെ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഫോം ഏതാന്ന് ചോദിക്കും. എത്തിഫോം എന്ന് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ മാർക്കറ്റിൽ അല്ലെങ്കിൽ കടകളില് ആപ്പിളും മാങ്ങയൊക്കെ കൂട്ടത്തോടെ പച്ച ആപ്പിൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? മരത്തുമെന്ന് പച്ച മാങ്ങ പറിച്ചിട്ട് അവർ കൊണ്ടുപോകും. പക്ഷെ കടയിൽ കൊടുക്കുമ്പോൾ അവർ പഴുപ്പിച്ചിട്ടാ കൊടുക്കുക. ഇതെങ്ങനെ ഇത്രയും മാങ്ങനെ പഴുപ്പിക്കാൻ നടക്കണ കാര്യമാണോ? നമ്മൾ വീട്ടിൽ വെച്ച് പഴുപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അവർ എത്തിഫോൺ സ്പ്രേ ചെയ്യും. എത്തിലീന്റെ ഒരു മെയിൻ സോഴ്സ് ആണെന്ന് പറയുന്നത് എത്തിഫോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ എത്തിഫോൺ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാങ്ങയും ഒരുമിച്ച് പഴുക്കും.
ഓക്കെ, ഇതാണ് എത്തിലിന്റെ മേജർ പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, എക്സാമിന് ചോദിക്കൂട്ടാ. എത്തിലിന്റെ മോസ്റ്റ് കോമൺ വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഏതാണ്? അപ്പൊ എന്താ പറയണ്ടേ? എത്തിഫോൺ. ഇനി നെക്സ്റ്റ് ഇവരുടെ ഫംഗ്ഷൻ സിമ്പിൾ ആണ്, നോക്കിയടാ. influence the seedling swelling of axis apical hook formation in dicot seedling. എന്താണ്? promote senescence and abscission of plant organ. നോക്ക്, പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതിരിക്കുക, പ്രൊമോട്ട് ചെയ്യും. ഒരു കൊഴിഞ്ഞു പോകാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യും. എന്താ ചെയ്യാ? പ്രൊമോട്ട് സെനിസൻസ് ആൻഡ് അബ്സിഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻസ് എക്സ്പെഷ്യലി ഇൻ ലീഫ് ആൻഡ് ഫ്ലവേഴ്സിന്റെ ലീവ്സിന്റെ കാര്യത്തിൽ എന്ത് പ്രൊമോട്ട് ചെയ്യും? സെനിസെൻസ് ആൻഡ് അബ്സിഷൻ പ്രൊമോട്ട് ചെയ്യും. ഇനി ഇവരുടെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രൊമോട്ട് ഫ്രൂട്ട് റൈപ്പനിങ്. ഇറ്റ് എൻഹാൻസ് റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിങ് ദ ഫ്രൂട്ട് റൈപ്പനിങ്. അതായത് നമ്മളെ വീട്ടിലൊക്കെ മാങ്ങ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാങ്ങയും ഒരുമിച്ചാണോ പഴുത്തിട്ട് തരാറ്? അല്ല, ചില സമയത്ത് ആദ്യം ഒരു മാങ്ങ പഴുക്കും, രണ്ടാമത് അടുത്ത മാങ്ങ പഴുക്കും, അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ കടകളിലൊക്കെ അങ്ങനെ ആണെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് നന്നായിട്ട് പോകും മുന്നോട്ട്? ഇല്ല, ഒരിക്കലും പോകില്ല. അവർ കച്ചവടം ചെയ്യണമെങ്കിൽ കിട്ടിയ എല്ലാ മാങ്ങയും ഒരുമിച്ച് പഴുത്താലല്ലേ അത് കടയിൽ കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ എന്താ ചെയ്യാന്നറിയോ? ഈ പച്ചമാങ്ങ എല്ലാം കൂടി ഒരു ട്രേയിൽ വെക്കും. എന്നിട്ട് ഈ എത്തിഫോൺ എന്ന് പറയുന്ന സാധനം സ്പ്രേ ചെയ്തിട്ട് മൂടി വെക്കും, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാങ്ങയും പഴുത്താവട്ടെ, ഇപ്പൊ നല്ല പച്ചമാങ്ങ ഉണ്ടാവും, അധികം പച്ച അല്ലാത്തതും ഉണ്ടാവും. ഓക്കെ, ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ എല്ലാത്തിനെയും പഴുപ്പിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഇതാണ് പറയുന്നത് പ്രൊമോട്ട് റൈപ്പനിങ്. എന്താ പറയാ? പ്രൊമോട്ട് റൈപ്പനിങ്. ഈ റൈപ്പനിങ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എൻഹാൻസ് റെസ്പിറേഷൻ റേറ്റ്. ഇവരുടെ റെസ്പിറേഷൻ റേറ്റ് കൂട്ടും. അങ്ങനെയാണ് എത്തിഫോൺ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസ്പിറേഷൻ റേറ്റ് കൂട്ടും. അങ്ങനെ റെസ്പിറേഷൻ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും എന്ത് പറ്റും? അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ റൈപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ലാസ്റ്റ് എന്താണ്? ഇറ്റ് ബ്രേക്സ് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി ആൻഡ് ഇനീഷിയേറ്റ് ജെർമിനേഷൻ. നമ്മുടെ ആരാണ്? അബ്സസിക് ആസിഡ് സീഡ് ഡോർമൻസിക്ക് കാരണമാകുമെങ്കിൽ നമ്മുടെ എത്തിലീൻ ആണ് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. സീഡ് ആൻഡ് ബഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്ത് അവരെ ജെർമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത്? എത്തിലീൻ എന്ന് പറയുന്നത്. എത്തിലീന്റെ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, അത് പ്രൊമോട്ടറും ആണ് ഇൻഹിബിറ്ററും ആണ്. മെയിൻലി അത് ഇൻഹിബിറ്റർ ആണ്, മറക്കരുത്. എന്നിട്ട് പിന്നെ പഠിക്കേണ്ട കാര്യമാണ് ഈ റൈപ്പനിങ്ങിന്റെ കാര്യം. പിന്നെ പഠിക്കേണ്ട കാര്യമാണ് ദ ബ്രേക്സ് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി ആൻഡ് ഇൻഹിബിറ്റ് ജെർമിനേഷൻ. അബ്സസിക് ആസിഡ് ജെർമിനേഷൻ തടയുമെങ്കിൽ ഇവിടെ എത്തിലീൻ ജെർമിനേഷൻ പ്രൊമോട്ട് ചെയ്യും. പിന്നെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മുടേത് എത്തിഫോൺ. വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ പറയേണ്ടതാണ് എത്തിഫോൺ എന്നുള്ളത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കി പോകേണ്ട കാര്യങ്ങൾ വിട്ടുപോകുന്നതാണ്. മാൾട്ടിങ് എന്താണ് നോക്കണം, ബോൾട്ടിങ്, പിന്നെ എന്താ അപ്പിക്കൽ ഡോമിനൻസ്, അതെന്തായാലും ചോദിക്കും. പിന്നെ എത്തിലീന്റെ പോയിന്റ്സ്, പിന്നെ ഓക്സിൻ, ഗിബർലിൻ, ഇവരുടെ ഒക്കെ ഫങ്ഷൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. പിന്നെ ആ ഫേസസ്, മെരിസ്റ്റമാറ്റിക് ഫേസ്, ഇലോങ്ങേഷൻ ഫേസ്, മാച്ചുറേഷൻ ഫേസ്. പിന്നെ പറയുകയാണെങ്കിൽ തോന്നുന്നു ആ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ആ ലാഗ് ഫേസ് എവിടെ അടയാളപ്പെടുത്തേണ്ടത്? ലോഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്, സ്റ്റേഷനറി ഫേസ്. പിന്നെ ആ ഗ്രാഫ് കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ഗ്രോത്തിന്റെ ആണെന്ന് പറയണം. ജോമെട്രിക്കൽ ഗ്രോത്ത്, അതേപോലെ തന്നെ ലീനിയർ ഗ്രാഫ് നോക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ അത്യാവശ്യം കവർ ആയിക്കോളും. ഓക്കെ, ചാപ്റ്റർ നോക്കിയിട്ട് വേണം പോവാൻ. പിന്നെ ഗ്രോത്ത് ഈസ് മെഷറബിൾ എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ആ എക്സാമ്പിൾസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്